നമസ്കാരം, സ്വാഗതം ബിഗ് ഫൈറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും. നമ്മളപ്പോ കാസർഗോഡ് നിന്ന് തുടങ്ങിയ ബിഗ് ഫൈറ്റിന്റെ യാത്ര ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലാണ്. ഇടുക്കി ലോക്സഭയിലെ തൊടുപുഴ നഗരത്തിലാണ് ഇപ്പോൾ ബിഗ് ഫൈറ്റ് മീഡിയ സംഘം എത്തിയിട്ടുള്ളത്. നമുക്കറിയാവുന്ന ഇടുക്കി കേരളത്തിലെ ഏറ്റവും പ്രസക്തമായ, ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ്. ദേശീയ രാഷ്ട്രീയ വിഷയങ്ങൾക്കപ്പുറത്തേക്ക് സവിശേഷമായ പ്രാദേശിക വിഷയങ്ങൾ കൊണ്ടുകൂടി ശ്രദ്ധേയമായ മണ്ഡലം എന്ന പ്രത്യേകത ഇടുക്കിക്കുണ്ട്. ഇതിപ്പോ UDFന്റെ സിറ്റിംഗ് സീറ്റാണ്. ഇവിടുത്തെ MP വീണ്ടും ഒരിക്കൽ കൂടി ജനവിധി തേടുന്നു എന്ന പ്രത്യേകതയുണ്ട്. അതേസമയം ഒരിക്കൽ അട്ടിമറിച്ചതിന്റെ ആത്മവിശ്വാസവുമായിട്ട് LDFും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫൈറ്റ് കൊടുക്കുന്ന മണ്ഡലമാണ്. അപ്പൊ എന്തുമാത്രമാണ് ഇവിടുത്തെ മുന്നണികളുടെ കോൺഫിഡൻസ്, ഇവിടെ എന്തൊക്കെ ചലനമുണ്ടാക്കാൻ കഴിയുമെന്ന് NDA വിചാരിക്കുന്നു. വീണ്ടും ഒരിക്കൽ കൂടി അപ്രതീക്ഷിതമായ വിജയം ആവർത്തിക്കാൻ കഴിയുന്നതിന് എന്തൊക്കെ തരത്തിലുള്ള ഫാക്ടേഴ്സ്, ഘടകങ്ങൾ പ്രവർത്തിക്കുന്നതാണ് LDF വിചാരിക്കുന്നത്. വിജയം കൈപ്പിടിയിൽ തന്നെ നിൽക്കുമെന്നുള്ള ആത്മവിശ്വാസത്തിന്റെ അടിത്തറ എന്താണ് UDFന്റെ? ഈ വിഷയങ്ങൾ പരിശോധിക്കാം. ഇവിടുത്തെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചറിയാം, മനസ്സിലാക്കാം, ചോദിക്കാം, പറയാം. സ്വാഗതം എല്ലാവർക്കും ഒരിക്കൽ കൂടി. ശ്രീ MS ശരത്താണ് എന്റെ കൂടെ ഉള്ളത്. LDFന് വേണ്ടി DYFIയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ സേനാപതി വേണു KPCCയുടെ മീഡിയ വക്താവാണ്. ഒപ്പം ബിനു കായ്വൾ BJP നേതാവ് NDAക്ക് വേണ്ടി കൂടി ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ഉണ്ട്. ഒപ്പം തൊടുപുഴയിലെ ഒരു കൂട്ടം ആളുകളും ഈ ചർച്ചയുടെ ഭാഗമാകാൻ നമ്മളൊപ്പം ചേരുന്നുണ്ട്. ആദ്യം ശരത്തെ നോക്കൂ, ഇത് UDFന്റെ ഒരു സിറ്റിംഗ് സീറ്റാണ്. അവർ ഏറ്റവും കോൺഫിഡൻസ് വെച്ച് പുലർത്തുന്ന, ജയിക്കുമെന്ന് നിസ്സംശയം ലിസ്റ്റ് ചെയ്തിരിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ്. അവിടെ എങ്ങനെ ജനവിധി തിരുത്താം, അതിനെന്തൊക്കെ ഘടകങ്ങൾ പ്രവർത്തിക്കുന്നതാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ആദ്യം തന്നെ പറയാനുള്ളത്, അപ്രതീക്ഷിതമായൊരു വിജയം എന്നൊരു വിശേഷണത്തിന്റെ ആവശ്യമില്ലാത്ത മണ്ഡലമാണ് ഇടുക്കി. സുനിശ്ചിതമായൊരു വിജയമാണ് ഇടതുപക്ഷത്തിന് ഈ മണ്ഡലത്തിൽ ഉണ്ടാവാൻ വേണ്ടി പോകുന്നത്. അതിന്റെ കാരണം ഏറ്റവും പ്രധാനമായി കഴിഞ്ഞ 5 വർഷം പാർലമെന്റ് അംഗമായിരുന്ന ജനപ്രതിനിധിയുടെ കഴിവുകേട് തന്നെയാണ്. സ്വന്തം മണ്ഡലത്തിൽ വിനിയോഗിക്കേണ്ട പണം പോലും വിനിയോഗിക്കാൻ ശേഷിയില്ലാത്തൊരു പാർലമെന്റ് അംഗത്തെ ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങൾ ഉറപ്പായും പരാജയപ്പെടുന്നു എന്നുള്ളൊരു സംശയമൊന്നുമില്ല. അതോടൊപ്പം തന്നെ താരതമ്യം ചെയ്യാൻ കഴിയുന്നതാണ് 2014 മുതൽ 19 വരെ ജോയിസ് ജോർജ് പാർലമെന്റ് അംഗം എന്ന നിലയിൽ ഈ മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ. മണ്ഡലത്തിന്റെ മുക്കും മൂലയിലും എത്തുന്ന നിലയിലേക്ക് വികസന പ്രവർത്തനങ്ങൾ എത്തിക്കാൻ, ജനകീയ വിഷയങ്ങളിൽ ഇടപെടാൻ, ജനങ്ങൾക്കൊപ്പം നിൽക്കാൻ തയ്യാറായ പാർലമെന്റ് അംഗമായിരുന്നു ജോയിസ് ജോർജ്. എന്നാൽ കഴിഞ്ഞ 5 വർഷങ്ങൾ ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം നിരാശാജനകമായ 5 വർഷങ്ങളാണ് ഈ പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങളെ സംബന്ധിച്ചുണ്ടായത്. ഒരു പദ്ധതി പോലും നടത്തി പൂർത്തിയാക്കാൻ ശേഷിയില്ലാത്തൊരു പാർലമെന്റ് അംഗമാണ് കഴിഞ്ഞ 5 വർഷം പ്രതിനിധീകരിച്ചത്. അതോടൊപ്പം തന്നെ ദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങളൊക്കെ ഇന്ത്യൻ പാർലമെന്റ് അംഗത്ത് ഉയർന്നു വരുമ്പോൾ അവിടെയൊന്ന് ശബ്ദമുയർത്തി വർത്തമാനം പറയാനോ ഒരു പ്രതിഷേധം രേഖപ്പെടുത്താനോ, രാജ്യത്തിന്റെ ഭരണഘടനയും ജനാധിപത്യവും വരെ ആക്രമിക്കപ്പെടുമ്പോഴും മൗനമായിരുന്ന ഈ പാർലമെന്റ് അംഗത്തെ ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങൾ ഇത്തവണ പരാജയപ്പെടുന്ന ഒരു തർക്കമില്ല. അതുകൊണ്ട് വിജയം സുനിശ്ചിതമാണ്. പൊളിറ്റിക്കലി നോക്കിയാലും ഇത് ഉറച്ച കുത്തക മണ്ഡലമാണെന്ന് വിശേഷിപ്പിക്കേണ്ട സാഹചര്യമൊന്നുമില്ല. നമ്മുടെ 7 അസംബ്ലി മണ്ഡലത്തിലെയും സ്ഥിതി എടുത്ത് പരിശോധിച്ചാൽ 5 അസംബ്ലി മണ്ഡലങ്ങൾക്കകത്തും ഇടതുപക്ഷത്തിന്റെ ജനപ്രതിനിധികളാണ് MLA-മാരായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സുനിശ്ചിതമായൊരു വിജയമാണ് ഇടതുപക്ഷത്തിന് ഈ മണ്ഡലത്തിൽ നൽകാൻ പോകുന്നത്. കേരളത്തിലാകെ ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഈ നാട്ടിൽ നടക്കുന്ന രാജ്യത്താകെയുള്ള രാഷ്ട്രീയ സ്ഥിതിഗതികൾ വിലയിരുത്തി ഈ രാജ്യത്തിന്റെ ജനാധിപത്യവും മതനിരപേക്ഷതയും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങൾ ഇടതുപക്ഷത്തോടൊപ്പം കേരളത്തിൽ നിൽക്കുമെന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിജയമായി, തിളക്കമാർന്ന വിജയമായി ജോയിസ് ജോർജ് ഇടുക്കിയിലെ ജനങ്ങളുടെ ശബ്ദമായി ഇന്ത്യൻ പാർലമെന്റിലേക്ക് പോകും. സേനാപതി വേണു, അത് കേൾക്കൂ. അതായത് ഇത് നിങ്ങളുടെ ഒരു കുത്തക സീറ്റാണെന്ന അതിമോഹമൊന്നും നിങ്ങൾക്ക് വേണ്ട. കാരണം അദ്ദേഹം നിയമസഭാ മണ്ഡലങ്ങളുടെ സ്പ്ലിറ്റ് പറയുകയാണ്. എന്നും മാത്രവുമല്ല, MPയുടെ പെർഫോമൻസ് ഇഷ്യൂ ചൂണ്ടിക്കാണിച്ചാൽ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന പല കാര്യങ്ങളുണ്ട്. പാർലമെന്റിനകത്ത് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്, മണ്ഡലത്തിന്റെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളെ അദ്ദേഹം എങ്ങനെ റെപ്രസെന്റ് ചെയ്തു, ഒപ്പം ദേശീയ രാഷ്ട്രീയ വിഷയങ്ങൾ എന്തുമാത്രം ശരിയായ പൊളിറ്റിക്കൽ പൊസിഷൻ എടുത്തു, ഈ കാര്യങ്ങളെല്ലാം ജനം ഓഡിറ്റ് ചെയ്യുമ്പോൾ 2014 റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നു എന്നാണ്. അങ്ങനെ സംഭവിക്കില്ല നിങ്ങൾ വിചാരിക്കാനുള്ള കോൺഫിഡൻസ് എങ്ങനെയാണ്? അതുകൊണ്ടാണ് പറഞ്ഞു. ഇഷാദെ, ഈ മണ്ഡലം രൂപം കൊള്ളുന്ന 1977. അതിനുശേഷം 80 ഒരു തെരഞ്ഞെടുപ്പിൽ CMM ലോറൻസ് ജയിച്ചു. AK ആന്റണി നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസും കേരള കോൺഗ്രസും അപ്പുറത്ത് പോയിട്ട്, എന്നിട്ട് വന്നത്തെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 6000 വോട്ടിൽ താഴെയാണ്. ഇവിടെ പിന്നെ ഇവർക്കൊരു വിജയം കാഴ്ചവെക്കാൻ കഴിയുന്നത് 98-ലാണ്. ഫ്രാൻസിസ് ജോർജ് വന്നു. അത് ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിലാണ്. അത് അദ്ദേഹവും ജയിക്കുന്നത് 10000 വോട്ടിൽ താഴെ ആണ്. ഇവരെപ്പോഴെങ്കിലും ഇവിടെ ജയിച്ചിട്ടുണ്ട് എങ്കിൽ ഏതെങ്കിലും പ്രത്യേകമായ ഒരു രാഷ്ട്രീയ സാഹചര്യം. അത് തന്നെയാണ് 2014 ഹൈറേഞ്ച് സംരക്ഷണ സമിതി എന്ന ഒരു പുതിയ ഒരു രാഷ്ട്രീയതരമായ ഒരു സംഘടന രൂപീകരിക്കുക, അവരുയർത്തിയ ചില മുദ്രാവാക്യം, അതിന്റെ ഒരു മറവിൽ ജയിച്ചു എന്നുള്ളതാണ്. ഞങ്ങൾ അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ വിജയം 1,71,053 വോട്ടിന്റെ ഭൂരിപക്ഷമാണ്. അത് രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം, ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ മികച്ച ഭൂരിപക്ഷങ്ങളിൽ ഒന്നാണ്. ഞങ്ങൾ 101% കോൺഫിഡൻസോടുകൂടി കഴിഞ്ഞ 5 കൊല്ലക്കാലത്തിൽ 2 കൊല്ലം ഈ കോവിഡ് കാലഘട്ടത്തിൽ ആർക്കും ഒരു പ്രവർത്തനവും കാര്യമായിട്ട് നടത്താൻ പറ്റിയില്ല. പക്ഷേ
ആ കാലഘട്ടത്തിൽ പോലും ഈ പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ ഏറ്റവും മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാൻ ശ്രീ ഡീൻ കുര്യാക്കോസിന് കഴിഞ്ഞു എന്നുള്ളത് ഞാൻ ഈ തൊടുപുഴയിൽ ഇദ്ദേഹം നിൽക്കുമ്പോൾ പറയുകയാണ്. കേരളത്തിൽ കഴിഞ്ഞ പാർലമെന്റ് കാലഘട്ടത്തിൽ ഒറ്റ കേന്ദ്രീയ വിദ്യാലയം അനുവദിച്ചിട്ടുണ്ട്. ഒറ്റ കേന്ദ്രീയ വിദ്യാലയം. കേന്ദ്രീയ വിദ്യാലയമൊക്കെ ഒരു നിയോജകമണ്ഡലത്തിൽ അനുവദിക്കുക എന്ന് പറഞ്ഞ ഒരു ചരിത്ര സംഭവമാണ്. ഇടുക്കിയിൽ ഒന്നേ ഉള്ളൂ ആകെ. രണ്ടാമത്തത് ഇവിടെ അനുവദിച്ചത് ഈ കാലഘട്ടത്തിൽ ശ്രീ ഡീൻ കുര്യാക്കോസിന്റെ കഴിവുകൊണ്ട്. അതെ, ഞാൻ ശാന്തമ്പാറയിലോ രാജകുമാരിയിലോ കാര്യമല്ലോ പറയുന്ന ഒരു വെളിപ്പാട് അകലെ അപ്പുറത്താണ് കേന്ദ്ര വിദ്യാലയം ഇപ്പൊ പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നത്. അതിന് സ്ഥലം ഈ അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ശ്രീ ശരത്തിനൊക്കെ കാണാവുന്ന സ്ഥലത്ത് അതിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് കേന്ദ്ര വിദ്യാലയം. അത് മാത്രമല്ല, ഈ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് 2018 പ്രളയത്തിൽ തകർന്നു പോയ ചെറുതോണി പാലമായി. മുൻ എം പി പ്രപ്പോസൽ കൊടുത്തു 255 കോടിയുടെ സിഗ്നേച്ചർ ബ്രിഡ്ജ്. എങ്ങനെയാ? നയാഗ്ര വെള്ളച്ചാട്ടത്തിന് മുകളിലൂടെ നിർമ്മിക്കുന്ന പാലത്തിന്റെ മാതൃകയിൽ. അതൊക്കെ കേന്ദ്ര ഉപരിതല മന്ത്രാലയം അത് തള്ളിക്കളഞ്ഞു. അതിനുശേഷം ശ്രീ ഡീൻ കുര്യാക്കോസ് കൊടുത്ത പ്രപ്പോസൽ 22.5 കോടി. അത് 18.5 കോടിയിൽ ആ പാലം വളരെ മനോഹരമായി 2 കൊല്ലം കൊണ്ട് അത് പൂർത്തീകരിച്ച് ഇടുക്കിയെ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ബന്ധിപ്പിക്കുന്ന പാലം, പെരിയാറിന് കുറുകെയുള്ള പാലം നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോയി കാണാവുന്ന ഒന്നാണ്. അടുത്തത് കൊച്ചിൻ ധനുഷ്കോടി ദേശീയപാത കടന്നു പോകുന്നത് നേരിമംഗലമാണ്. ഞങ്ങളുടെ ജില്ലയെയും എറണാകുളം ജില്ലയെയും ബന്ധിപ്പിക്കുന്ന പാലം എന്ന് പറയുന്നത് നേരിമംഗലം പാലമാണ്. 100 കൊല്ലം മുമ്പ് സേതുലക്ഷ്മി പാർവതിഭായി റീജന്റ് റാണി പണിത ആ പാലത്തിന് 100 കൊല്ലത്തിന് ശേഷമാണ് ഇപ്പൊ സമാന്തരമായ ഒരു പാലവും 1400 കോടി രൂപ ധനുഷ്കോടിയിൽ നിന്ന് മൂന്നാർ വരെ അതിന്റെ 4 വരി പാത പണികൾ ഇപ്പം സമാന്തര പാലത്തിന്റെ പണി അവിടെ നടന്നുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞത് ഇതൊക്കെ ജനത്തിന് നേരിട്ട് കാണാവുന്ന. ഇനി ഒന്ന്, തോട്ടം തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന ഇടുക്കി ജില്ലയിൽ 150 കോടി രൂപ 100 ബെഡും അതുപോലെ തന്നെ അതിനനുബന്ധ സൗകര്യങ്ങളുമായി ESI ഹോസ്പിറ്റൽ കേരളത്തിൽ ഒരിടത്തും തുടങ്ങിയിട്ടില്ല. ആ ESI ഹോസ്പിറ്റൽ അതിന്റെ ടെൻഡർ പൂർത്തീകരിച്ച് അത് കട്ടപ്പനയിൽ അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കും. ഞാൻ പറഞ്ഞു വന്നത്, ഇടുക്കിയിൽ ഒരു MP കൊണ്ടുവരാൻ കഴിയുന്നതിന് ആ വികസനത്തിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയും. ഒരു കാര്യം ഈ പാർലമെന്റിലെ ഇടപെടൽ. പാർലമെന്റിൽ ഈ വന്യജീവി ഇഷ്യൂമായി ബന്ധപ്പെട്ടുകൊണ്ട് 7 പ്രാവശ്യം ഈ ഇഷ്യൂ പാർലമെന്റ് അദ്ദേഹം കൊണ്ടുവന്നു. പാർലമെന്റിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കേരളത്തിൽ നിന്ന് സ്വകാര്യ ബില്ലുകൾ അവതരിപ്പിച്ച ആള് ഒന്നാമത്തെ ആള് പ്രേമചന്ദ്രൻ, ഒന്നാമത്തെ ആള് ശശി തരൂര്, രണ്ടാമത്തെ ആൾ NK പ്രേമചന്ദ്രൻ, മൂന്നാമത്തെ ആള് ശ്രീ ഡീൻ കുര്യാക്കോസ് ആണ് വിവിധ വിഷയങ്ങളിൽ. ഇനി ഇദ്ദേഹം ഇവിടെ സൂചിപ്പിച്ച CAA സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ട്, ആ വിഷയത്തിൽ പാർലമെന്റിൽ സംസാരിക്കാൻ അവസരം കിട്ടുകയും 80 പ്രതിപക്ഷ അംഗങ്ങൾ വോട്ട് ചെയ്യുകയും അതിന്റെ മുന്നിൽ നിന്നയാളുമാണ്. ഒന്ന്, ഇനി ഇടുക്കിയിലെ ബഫർ സോൺ വിഷയവുമായി ബന്ധപ്പെട്ട് 11 ദിവസം ഈ ജില്ലയിൽ കുമളിയിൽ നിന്ന് അടിമാലി വരെ അന്നത്തെ പ്രതികൂല കാലാവസ്ഥയിൽ ആ വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ സമര പോരാട്ടങ്ങൾ. ഇനി പെട്ടിമുടിയിൽ ദുരന്തമുണ്ടായപ്പോൾ, കൊക്കയാറിൽ ദുരന്തമുണ്ടായപ്പോൾ, എവിടെയൊക്കെ പ്രകൃതി ദുരന്തങ്ങളും ഇഷ്യൂസ് ഉണ്ടായപ്പോൾ ആ റെസ്ക്യൂ ഓപ്പറേഷൻ ടീമിൽ അത് തീരുന്നത് വരെ അവസാനത്തെ ബോഡി ജനങ്ങളുടെ പ്രശ്നങ്ങളെ ആ നിലയ്ക്ക് ഏറ്റെടുത്ത ഒരാളെ നിലയ്ക്കുള്ള സവിശേഷത ഉണ്ടെന്നാണ്. ഈ നോക്കൂ, NDA സംബന്ധിച്ച് കാര്യമായ അങ്ങനെ പ്രതീക്ഷയുടെ ഒരു തലമുള്ള ജില്ലയല്ല നിങ്ങൾ, ഒരു മണ്ഡലമല്ല. നിങ്ങളുടെ ഒരു ഹോപ്പ് എന്താണ്? കാര്യമായ പ്രതീക്ഷ ഇല്ല എന്നത് നിങ്ങളുടെ വ്യൂ ആണ്. ഞങ്ങളെ സംബന്ധിച്ച് വളരെ പ്രതീക്ഷയോടുകൂടി തന്നെ കാണുകയാണ്. കാരണം ഇപ്പൊ ഇവിടെ ഇതിനു മുൻപ് സംസാരിച്ച ശ്രീ സേനാപതി വേണുചേട്ടൻ അദ്ദേഹം പറഞ്ഞ പദ്ധതികൾ ഏതെല്ലാം നിങ്ങൾ നോക്കൂ. ഹൈവേ, പാലം, മറ്റേ കേന്ദ്രീയ വിദ്യാലയ അല്ലേ? ഇതിലേതാണ് MP ഫണ്ട് കൊണ്ട് നിർമ്മിച്ചതെന്ന് പറയണം. ഇതിലേത് പദ്ധതിയാണ് MP ഫണ്ട് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളത് നമ്മളറിയണം. MP-യുടെ പ്രോജക്ട് പ്ലാനാണെന്നാണ്. MP എന്ന നിലയിൽ ഇവിടുന്ന് പോയ ആള് കൊടുത്തിരിക്കുന്ന പ്രോജക്ട് അംഗീകരിച്ചു. ഓക്കെ, അത് MP-യുടെ പണിയാണ്. പ്രോജക്ട് കേന്ദ്ര സർക്കാർ ഫണ്ട് അലോക്കേറ്റ് ചെയ്യുക. അത് ഞാൻ പറഞ്ഞതല്ല, ഇതെല്ലാം ഞങ്ങളും കൂടി പറയുന്ന പദ്ധതികൾ തന്നെയാണ്. കേന്ദ്ര ഗവൺമെന്റ് ഞാൻ പറഞ്ഞു വന്നത് അതാണ്. എന്താണ് നിങ്ങളുടെ പ്രതീക്ഷ എന്ന് ചോദിക്കുമ്പോൾ ആ പ്രതീക്ഷയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഈ പദ്ധതികളെല്ലാം നടപ്പാക്കിയത് ഈ NDA ഗവൺമെന്റ്. NDA ഗവൺമെന്റ് ഒരു ലോഭവും കൂടാതെ, ഈ ഹൈവേ മാത്രമല്ല, നമുക്ക് കാണാം നമ്മുടെ കുമളി അതുവഴി കടന്നു പോകുന്ന, പിരിമേട് വഴി കടന്നു പോകുന്ന ഹൈവേയും അതും ഇതുപോലെ തന്നെ വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നിരവധി പദ്ധതികൾ ഈ ജില്ലയ്ക്ക് എടുത്തു പറയാവുന്നതുണ്ട്. അത് കൂടാതെ തന്നെ ലക്ഷക്കണക്കിന് ജനങ്ങൾ, ഈ ജില്ലയിലെ ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് വിവിധ പദ്ധതികളുടെ ഉപഭോക്താക്കളായിട്ടുണ്ട്. 18ഓളം പദ്ധതികൾ ഞാൻ വെറുതെ ഇതെടുത്തതാ. ഇതിൽ ഏതെങ്കിലും ഒരു പദ്ധതിയിൽ കിട്ടാത്തത് ആൾക്കാർ സാധാരണ ഇതിലെന്ന് പറഞ്ഞാൽ ഒരു കാറ്റഗറിയിൽപ്പെടാത്ത ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു കാറ്റഗറിയിൽപ്പെട്ട ആ പദ്ധതികൾക്ക് വേണ്ട
അവർക്ക് കിട്ടേണ്ട ആനുകൂല്യം മുഴുവനും കിട്ടിയ ജനങ്ങളാണ്. ഒരു രാഷ്ട്രീയവും നോക്കിയല്ല, ഒരു മതവും നോക്കിയല്ല, കേന്ദ്ര ഒരു സർക്കാരിന്റെ ജാതിയും പദ്ധതികളുടെ ഗുണം അനുഭവിക്കാത്തവർ ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ ഇല്ല എന്നാണ്. പക്ഷേ കുറവായിരിക്കും, നിങ്ങൾക്ക് വളരെ അറിയാവുന്നതൊക്കെ കുറവായിരിക്കും. നമുക്കറിയാവുന്ന പോലെ ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രൈസിസുകളിലൊന്ന് ഇവിടെ ആളുകൾ നേരിടുന്ന വന്യജീവി ശല്യമാണ്. അതിന് ആത്യന്തികമായ പരിഹാരം ഉണ്ടാക്കുന്നതിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്ന ഏക കേന്ദ്രം കേന്ദ്ര സർക്കാരാണ്. നിങ്ങൾ അതിനകത്ത് എന്താ ചെയ്യുന്നത്? തീർച്ചയായിട്ടും അത് വളരെ നല്ല ചോദ്യമാണ്. ഞാൻ ഇതിനു മുൻപും ഈ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ക്ലിയർ ആയിട്ട് പറയാം, കേന്ദ്ര ഗവൺമെന്റ് വനം ഇപ്പോ വന്യജീവി സംരക്ഷണം മാത്രമല്ല, ഇടുക്കി ജില്ലയിൽ അദ്ദേഹം വിട്ടുപോയൊരു കാര്യം, പട്ടയം അടക്കമുള്ള പ്രശ്നങ്ങളുണ്ട്. ഇവിടുത്തെ കർഷകർക്ക്, കർഷക തൊഴിലാളികൾക്ക് ഹൈറേഞ്ച് മേഖല, പ്രത്യേകിച്ച് തൊടുപുഴ മേഖലയിൽ അത്രയും പ്രശ്നമല്ല. പക്ഷേ ഈ തൊടുപുഴ വിട്ടാൽ, തൊടുപുഴ മൂവാറ്റുപുഴ കോതമംഗലം ഏരിയ വിട്ടാൽ ഹൈറേഞ്ച് മേഖലയിലേക്ക് കടന്നാൽ വളരെയധികം സാധാരണക്കാരായ കർഷകരായ ജനങ്ങൾക്ക് പട്ടയം കിട്ടാത്ത പ്രശ്നമുണ്ട്. ഇതിനെല്ലാം പരിഹാരമായിക്കൊണ്ട് ഈ കഴിഞ്ഞ 2023 ഡിസംബറിൽ കേന്ദ്ര ഗവൺമെന്റ് വനം പരിസ്ഥിതി മന്ത്രാലയം അതിന്റെ നിയമം പരിഷ്കരിച്ചുകൊണ്ട് കൃത്യമായ ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സമരം ചെയ്ത ആ കണ്ടമാനം സംഘടനകൾ, അതായത് വനം വന്യജീവി സംരക്ഷണ നിയമം നിങ്ങൾ അമന്റ് ചെയ്തു എന്നാണ് പറയുന്നത്? തീർച്ചയായിട്ടും. എങ്ങനെ അമന്റ് ചെയ്തു? എവിടെ അമന്റ് ചെയ്തു? പാർലമെന്റിൽ അമന്റ് ഉണ്ട്. മാറ്റം വരുത്തി നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. വനം നിയമം മാറ്റം വരുത്തിയിട്ടുണ്ട്. അതായത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഡിസംബറിൽ 1996 മുൻപ് ഭൂമി കൈവശം വച്ചവര് അത് തന്റേതാണ് എന്ന് ഏത് വ്യക്തിക്കും പ്രൂഫ് ചെയ്യാൻ ഏതെങ്കിലും തദ്ദേശ സ്വയംഭരണ, ഞാൻ പറഞ്ഞ ജനങ്ങൾ അതാണല്ലോ പട്ടയത്തിന്റെ പ്രശ്നം. അതിനു വേണ്ടിയിട്ട് കൊണ്ടുവന്ന നിയമം. പിന്നെ മറ്റൊന്ന്, ഈ വന്യജീവി ആക്രമണം നിഷാന്ത് നമ്മൾ കാണേണ്ടത്, നമ്മുടെ ഇവിടെ ഈ കേരളത്തിൽ മാത്രമേ ഇത്തരം പ്രശ്നമുള്ളൂ. വനം ഇവിടെ മാത്രമല്ലോ, നമ്മുടെ തമിഴ്നാട് അതിർത്തിയിലുണ്ട്, കേരള അതിർത്തിയിലുമുണ്ട്. ഇതേ പ്രശ്നം വരേണ്ടതല്ലേ? അവിടെ എന്തേ വരുന്നില്ല? അപ്പൊ ഇത് കേന്ദ്രത്തിന്റെ പ്രശ്നമല്ല. കേന്ദ്രം കൃത്യമായിട്ട് ഓർഡർ കൊടുത്തിട്ടുണ്ട്. CCF അടക്കമുള്ളവർക്ക് അതിന് കൃത്യമായിട്ട് ആക്ഷൻ എടുക്കാനുള്ള നിയമം ഇന്ന് ഇന്ത്യയുടെ ഈ വനം നിയമത്തിലുണ്ട്. കളക്ടറും CCFും കൂടി പ്ലാൻ ചെയ്ത് അവർക്ക് ആക്ഷൻ എടുക്കാം. എന്തുകൊണ്ട് എടുക്കുന്നില്ല എന്നതാ ചോദ്യം. ഈ ജനങ്ങളെ അവസാനം വരെ ഇപ്പൊ ഈ ആ ചോദ്യത്തിനുള്ള ഉത്തരം ശരത്, അത് വളരെ പ്രധാനപ്പെട്ട കാര്യം. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, MP എങ്ങനെയാണ് ഈ മണ്ഡലത്തിൽ പെരുമാറിയത്, എന്തൊക്കെയാണ് കൊണ്ടുവന്നതിന്റെ കുറെ ഉദാഹരണം അദ്ദേഹം പറയുന്നു. ഒപ്പം പാർലമെന്റ് പെർഫോമൻസിന്റെ ഡീറ്റെയിൽസ് പറയുന്നു. വനം വന്യജീവി നിയമത്തിലെ പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിക്കുന്ന നിങ്ങളോട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് പോലും ചെയ്യാതെയാണ് നിങ്ങൾ കേന്ദ്ര സർക്കാരിനെ കുറ്റം പറയുന്നത് എന്ന വാദം. അപ്പൊ രണ്ട് കാര്യത്തിനുള്ള മറുപടി പറയണം. ഇതിനകത്ത് MP-യുടെ പെർഫോമൻസുമായി ബന്ധപ്പെട്ട് ഇവിടെ പറഞ്ഞു, അദ്ദേഹം കഴിഞ്ഞ കാലയളവിൽ 91 ചർച്ചകളാണ് പാർലമെന്റിൽ നടത്തിയത്. ജോയിസ് ജോർജിന്റെ 5 വർഷക്കാലം 290 ചർച്ചകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഏതാണ്ട് 200 ചർച്ചകൾ അധികം നടത്തിയ ഒരു പാർലമെന്റ് അംഗത്തെ തെരഞ്ഞെടുക്കണോ അതോ 200 കുറവ് നടത്തിയ ആളെ തെരഞ്ഞെടുത്താൽ മതിയോ എന്നുള്ള ഈ നാട്ടിലെ ജനങ്ങൾക്ക് തീരുമാനിക്കാം. അതുപോലെ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ടാണെങ്കിൽ 545 ചോദ്യങ്ങൾ തന്റെ കാലയളവിൽ ഉന്നയിച്ച പാർലമെന്റ് അംഗമാണ് ജോയിസ് ജോർജ്. ഇവിടെ 289 ചോദ്യമാണ് കഴിഞ്ഞ 5 വർഷം അദ്ദേഹം ചോദിച്ചത്. പിന്നെ കുറേയധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിലേതാണ് പൂർത്തിയായത്? 5 വർഷം കൊണ്ട് ഏത് പദ്ധതി പൂർത്തി? ഇവിടെ കാണിച്ചത് നിങ്ങൾ ഞങ്ങളെ കൊണ്ടുപോയി കാണിച്ചത് എന്താണ് ഇവിടെ യാഥാർത്ഥ്യമായത്? ഒന്നും ആയിട്ടില്ല. ഇതൊക്കെ ആയി വരുന്നു, ഇത് നടക്കുന്നു എന്ന് ഒരു പേപ്പർ അടിച്ചിറക്കിയതല്ലാതെ ഇതൊന്നും കാണിക്കാൻ, ഇപ്പൊ MP ഉണ്ടാക്കിയതെന്ന് കാണിക്കാൻ ഈ തൊടുപുഴ അസംബ്ലി മണ്ഡലത്തിൽ ഒരു പദ്ധതിയില്ല. ഞങ്ങൾ വലിയ കോൺഗ്രസിന് വേണ്ടി MP യാഥാർത്ഥ്യമാക്കിയ ഒരു പദ്ധതി പൂർത്തീകരിച്ചതിന്റെ ഒരു ഫോട്ടോ നിങ്ങൾക്ക് കാണിക്കാനുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ ഇരിക്കുന്ന സകലമാന കോൺഗ്രസ് പ്രവർത്തകരും കൈമലർത്തി എഴുന്നേറ്റ് പോയല്ലാതെ MP പൂർത്തീകരിച്ചൊരു പദ്ധതി ഇവിടെ കാണിക്കാൻ വേണ്ടിയില്ല. അതുപോലെ തന്നെ വനം വന്യജീവി പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർലമെന്റ് ഇടപെടുന്നു. പക്ഷേ 972 വന്യജീവി സംരക്ഷണ നിയമം അത് പരിഷ്കരിക്കണമെന്നോ അതിനകത്ത് തിരുത്തൽ വരുത്തണമെന്നോ ഒരാവശ്യം ഈ പാർലമെന്റ് അങ്ങ് ഉന്നയിച്ചിട്ടില്ല. പിന്നെ തെരഞ്ഞെടുപ്പ് അടുക്കാറായപ്പോഴത്തേക്കും പെട്ടെന്ന് ഇടുക്കി ജില്ലയിൽ വന്യജീവിയുടെ ആക്രമണം എടുക്കുന്ന മനുഷ്യരെ സംബന്ധിച്ച് വളരെ പെട്ടെന്നൊരു ബോധോദയം പോലെ MP എന്തോ ഒരു വെളിപാടുണ്ടാവുകയും വന്ന് സമരം ചെയ്തുകൊണ്ട് കാര്യമില്ല. ശാശ്വതമായ പരിഹാരമാണ് വേണ്ടത്. ഇപ്പോൾ ഇതാ കോൺഗ്രസിന്റെ പ്രകടന പത്രിക പുറത്തു വരുമ്പോൾ ഇതിനകത്ത് വനവിസ്തൃതി വർദ്ധിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ഇടപെടും എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത്. ഇടുക്കിയിലെ കോൺഗ്രസ് അംഗീകരിക്കുന്നുണ്ടോ, പ്രകടന പത്രിക തള്ളി പറയുന്നുണ്ടോ എന്നുള്ളത് ഇവിടെ വെച്ച് അദ്ദേഹം വിശദീകരിക്കണം. ഇടുക്കി ജില്ലയ്ക്കകത്ത് ഇനി എവിടെയാണ് നിങ്ങൾ ഈ വനവിസ്തൃതി വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, അത് ഏത് നിലയിൽ വർദ്ധിപ്പിക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശം എന്നുള്ളതല്ല. ഇനി അതല്ല, കോൺഗ്രസിന്റെ ഈ പ്രകടന പത്രികയെ നിങ്ങൾ ഉൾക്കൊള്ളുന്നില്ലെങ്കിൽ അത് തള്ളിപ്പറയാൻ ഇടുക്കി ജില്ലയിലെ കോൺഗ്രസിന്റെ ലീഡർഷിപ്പ് തയ്യാറുണ്ടോ എന്നുള്ളൊരു മറുപടി കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കുകയാണ്. അതുപോലെ ദേശീയ പ്രാധാന്യമുള്ള വിഷയത്തെ സംബന്ധിച്ച് പറഞ്ഞു ഞങ്ങൾ എതിർത്തിട്ടുണ്ട്. പക്ഷേ ഇവരുടെ മാനിഫെസ്റ്റോ എടുത്ത് പരിശോധിച്ചാൽ CAA നിയമം പിൻവലിക്കുമെന്നൊരു വാഗ്ദാനം ഈ രാജ്യത്തെ ജനങ്ങൾക്ക് മുമ്പിൽ വെക്കാത്ത ഒരു മാനിഫെസ്റ്റോ ആണ് കോൺഗ്രസിന്റേത്. അത് മാത്രമല്ല,
കോൺഗ്രസിന്റെ ദേശീയ നേതാവ് വയനാട്ടിൽ വന്ന് മത്സരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം ഇതുവരെ ഉള്ള അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തിലും ഈ CA അടക്കമുള്ള വിഷയങ്ങളെ ബന്ധപ്പെട്ടുകൊണ്ട് തന്റെ നിലപാടെന്ന് പറയാൻ തയ്യാറായില്ല. ഭാരത് ജോഡോ യാത്രയുടെ സമാപനത്തിൽ പോലും ഈ CA വിഷയം ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് നിലപാടാണ് കോൺഗ്രസ് എന്ന് പറയാൻ തയ്യാറാവുന്നില്ല. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഉത്തരേന്ത്യയിലെ RSSകാർക്ക് വിഷമമുണ്ടാക്കുമെന്നതിനാൽ ഈ നിലപാടുകളൊന്നും വെളിച്ചത്തു പറയാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്ന നിലപാടാണ് കോൺഗ്രസിന്റെ. ഇങ്ങനെ ഈ RSSനെ പേടിച്ച് നിലപാടെടുക്കാൻ ഭയപ്പെടുന്ന ഈ കോൺഗ്രസിന് ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷവാദികൾ വോട്ട് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് ഈ നല്ല ജനങ്ങൾ തീരുമാനം. ഇങ്ങനെ നോക്കൂ, ഇത് വളരെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ഇത് നിങ്ങൾ കേവലമായ പ്രാദേശിക രാഷ്ട്രീയ വിഷയങ്ങൾ മാത്രമല്ല, ഈ ഇന്ത്യ നിലനിൽക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പാണെന്ന് മതനിരപേക്ഷ പാർട്ടികൾ പറയുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അവിടെ ഇന്ത്യ നേരിട്ട എല്ലാ മതനിരപേക്ഷ പ്രശ്നങ്ങളിലും നിങ്ങൾ ട്രിപ്പീസ് കളിക്കുകയായിരുന്നു എന്നറിയാത്തവർ ഈ ലോകത്താരുമില്ല. CA കുറിച്ച് നിങ്ങൾക്ക് മിണ്ടാൻ ഭയമാണ്. ഇവിടെ നിങ്ങൾ പിണറായി വിജയനെ കുറ്റം പറയണം. ആര്? രാഹുൽ ഗാന്ധി, ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്. ഒപ്പം ഇന്ത്യ നേരിട്ട എല്ലാ പ്രധാനപ്പെട്ട സെക്യുലർ ഇഷ്യൂസിന്, നമ്മുടെ സെക്യുലർ സ്ട്രക്ചർ നേരിട്ട എല്ലാ പ്രശ്നത്തിലും നിങ്ങൾ വളരെ ബാലൻസ്ഡ് ആയ സമീപനം സ്വീകരിക്കുന്നു, പാർലമെന്റിൽ ശബ്ദിക്കാതിരിക്കുന്നു. ആ നിങ്ങളെ ഇന്ത്യയെ നിലനിർത്താനുള്ള ഒരു പോരാട്ടത്തിൽ എങ്ങനെ വിശ്വസിച്ച് പറഞ്ഞയക്കുമെന്ന് ചോദിക്കുന്നത് വാലിഡ് ആയിട്ടുള്ള ഒരു ചോദ്യമല്ലേ? നിഷാദ്, ഞാൻ അതിനു മുമ്പ് എന്റെ യുവസ്നേഹിതൻ ശരത്ത് പറഞ്ഞ ഒരു കാര്യത്തിന്റെ ഒരു മറുപടി, ഞങ്ങളുടെ പ്രകടന പത്രികയിൽ വനവിസ്തൃതി വർദ്ധിപ്പിക്കും, അതിനെക്കുറിച്ച് കോൺഗ്രസിന്റെ നിലപാട് എന്ത് എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ഞാൻ ഞങ്ങളുടെ പ്രകടന പത്രികയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അദ്ദേഹം ആരോ പറഞ്ഞു കേട്ടതാണ്. ഞാൻ എന്റെ പ്രകടന പത്രിക, ആ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്നത് 2015-നും 2000-നും ഇടയിൽ ബ്രസീലിന് ശേഷം ഏറ്റവും വലിയ വനവിസ്തൃതി നഷ്ടമായത് ഇന്ത്യയിലാണ്. വനവിസ്തൃതി വർദ്ധിപ്പിക്കാനും ആധുനിക കാഴ്ചപ്പാടിൽ വനം, വനമേഖല എന്നിവ പുനർനിർവചിക്കാനും പ്രാദേശിക ജനങ്ങളെ ഉൾപ്പെടുത്തിയുള്ള വനവൽക്കരണത്തിനും സംസ്ഥാന സർക്കാരുകളുമായി ഒന്നിച്ച് പ്രവർത്തിക്കും. അപ്പൊ നമ്മുടെ നാട്ടിൽ ഈ കേരളത്തിൽ അല്ല വിഷയം. കേരളത്തിൽ നമുക്കിപ്പം 29% വനവിസ്തൃതി, ദേശീയ ആവറേജ് 18 to 20. ഇത് കേരളത്തെ സംബന്ധിക്കുന്നല്ല. രാജസ്ഥാൻ, അങ്ങനെയുള്ള പഞ്ചാബ്, ഹരിയാന, ഈ ഉഷ്ണമേഖലയിലുള്ള പ്രദേശങ്ങളെയൊക്കെ സംബന്ധിക്കുന്ന. അപ്പോ വനവിസ്തൃതി വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞ് ഞങ്ങളെ ആക്ഷേപിക്കുന്ന ഇവര്, ഞാൻ നിഷാദിനെ കാണിക്കുകയാണ്, 21/11/2023 ഇവര് ചിന്നക്കനാൽ വില്ലേജിലെ 364.89 ഹെക്ടർ ഭൂമി, ഇത് ഒരുപാട് പഴയതല്ല, 21/11/2023 ഇതിന്റെ നോട്ടിഫിക്കേഷൻ എന്താണെന്ന് അതുകൂടി അങ്ങ് വായിച്ച് ആ ഭാഗം അവസാനിപ്പിക്കാം. കോട്ടയം ഹൈറേഞ്ച് സർക്കിളിൽ മൂന്നാർ ഡിവിഷനിൽ ദേവികുളം റേഞ്ചിലെ ചിന്നക്കനാൽ വില്ലേജിൽ 364.39 ഹെക്ടർ സ്ഥലം 1961 കേരള വനനിയമം സെക്ഷൻ 4 പ്രകാരം റിസർവ് വനമായി പ്രഖ്യാപിച്ച് പുറപ്പെടുവിച്ച വിജ്ഞാപനത്തിന്റെ പകർപ്പ് ഇതോടൊന്നിച്ച് അയക്കുന്നു. ശരത്തിന്റെ പാർട്ടി കേരളം ഭരിക്കുന്നു. MM മണി ഇവിടുന്ന് പിന്തുണ കൊടുക്കുന്നു. റോഷി അഗസ്റ്റിൻ ഇവിടെ മന്ത്രിയാണ്. ഇവിടെ വനഭൂമിയുടെ ബാഹുല്യത്താൽ, വന്യമൃഗത്തിന്റെ ആക്രമണത്താൽ മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത ഘട്ടത്തിലാണ് കഴിഞ്ഞ കൊല്ലം അവസാനം 364 ഹെക്ടർ ആളുകളുടെ കൈവശത്തിലിരിക്കുന്ന ഭൂമിയെ വനഭൂമിയായിട്ട് പ്രഖ്യാപിച്ചു. ശരത്ത് താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് 15-20 കിലോമീറ്റർ അകലെ കുടയത്തൂര് മൂവാറ്റുപുഴ വാലി ഇറിഗേഷൻ പ്രോജക്ടിനെടുത്ത 280 ഹെക്ടർ സ്ഥലം വനഭൂമിയായി റിസർവ് പ്രഖ്യാപിച്ചിരിക്കുക. സെക്ഷൻ 4 നോട്ടിഫിക്കേഷൻ ഇനി സംസ്ഥാന സർക്കാരിന് അത് പിൻവലിക്കാൻ പറ്റത്തില്ല. ഇനി അത് പിൻവലിക്കണമെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ അനുമതി വേണം. 2, MM മണിയുടെ സ്വന്തം നാടായ കുഞ്ചിത്തണ്ണി വില്ലേജിലെ ആനച്ചാലിൽ ഇതേപോലെ തന്നെ 84 ഹെക്ടർ ഈ ഗവൺമെന്റ് കഴിഞ്ഞ ജൂൺ 8 വനഭൂമിയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുക. ഈ ജില്ലയിൽ മുഴുവൻ ഇങ്ങനെ വനഭൂമി പ്രഖ്യാപനം നടത്തിയിട്ട് ഇവര് ഞങ്ങളുടെ പ്രകടന പത്രികയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞങ്ങൾ വനവിസ്തൃതി വർദ്ധിപ്പിക്കാനും ഇടുക്കിയെ കുടിയിറക്കാനുമാണ് എന്ന് ഇവർ പറയുമ്പോൾ ഇവരുടെ ആത്മാർത്ഥത എവിടെയുണ്ട് എന്ന് ഒന്ന്. ഇനി 2, പൗരത്വത്തെക്കുറിച്ച്. നിഷാദേ, ഞാനൊരു കോൺഗ്രസ്സുകാരൻ, എന്റെ ജീവിതകാലം മുഴുവൻ ഈ പാർട്ടിക്ക് വേണ്ടി പ്രസംഗിക്കുന്ന ഒരാളാണ്. ഞങ്ങൾ കൊണ്ടുവന്ന ഭരണഘടനയിലല്ലേ പൗരത്വം? ഞങ്ങൾക്ക് അന്ന് വേണമെങ്കിൽ എഴുതാമല്ലേ, രാജ്യം മതത്തിന്റെ പേരിൽ വിഭജിക്കപ്പെട്ടതാ, ഇന്ന മതക്കാർക്ക് ഇവിടെ പൗരത്വമുള്ളൂ. മതം ഒരു ക്രൈറ്റീരിയ അല്ല. പിന്നല്ലാതെ പിന്നെ ആരാ? കോൺഗ്രസ് ഇല്ലെങ്കിൽ ഈ രാജ്യത്ത് ഭരണഘടന ഉണ്ടോ? 289 ആളുകൾ ഈ ഭരണഘടന രൂപീകരണ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഈ നിഷാദിന്റെ പാർട്ടിക്കാരൻ അല്ല ശരത്തിന്റെ പാർട്ടിക്കാർ ആരെങ്കിലും പങ്കെടുത്തിട്ടുണ്ടോ? പറ. ചരിത്രത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഇന്ത്യയുടെ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ പങ്കെടുത്തു എന്ന് നിങ്ങൾ പറഞ്ഞു. അപ്പൊ കോൺഗ്രസും ഇല്ല, ഇപ്പോഴത്തെ CPM ഇല്ല, ഒരു പാർട്ടിയില്ല. പിന്നെ ഇതില് എന്താണ് പ്രസക്തിയുള്ളത്? ആ ഭരണഘടനയിൽ എന്റെ ചോദ്യം ഇതാണ്, നിങ്ങളുടെ എന്താ പറഞ്ഞത്, ഈ മാനിഫെസ്റ്റോയ്ക്കകത്ത് CA എന്നുള്ള വാക്ക് എവിടെയാണ്? ഞാൻ ശരത്തെ നാട് മുഴുവൻ സർവേ ചെയ്യുമെന്ന് വില്ലേജിൽ നിന്ന് വിജ്ഞാപനം വന്നു കഴിഞ്ഞാൽ നിഷാദിന്റെ ഭൂമി സർവേ ചെയ്യുമെന്ന് പ്രത്യേകിച്ച് അതിന്റെ അകത്ത് പറയേണ്ടതുണ്ടോ? ഞങ്ങളുടെ ഭരണഘടനയുടെ ഇത് ഇരിക്കല്ലേ, മിണ്ടാൻ ഭയമുണ്ടെങ്കിൽ അതല്ലേ വേണ്ടത്. നിങ്ങൾ അങ്ങനെ പറയല്ലേ. അതെ, ഭരണഘടനയുടെ 15, 16, 29, 30 എന്ന ആർട്ടിക്കിൾ പ്രകാരം
അതിനകത്ത് വരുന്ന അല്ലെങ്കിൽ ഭരണഘടനയ്ക്ക് ഒരാൾക്ക് അയാളുടെ വിശ്വാസം പിന്തുടരുന്നതിനും മതന്യൂനപക്ഷങ്ങൾക്ക് ഭരണഘടനയുടെ 15, 16, 25, 26, 28, 29, 30 എന്നീ ആർട്ടിക്കിളുകളിൽ ഉറപ്പു നൽകിയിരിക്കുന്ന അവകാശങ്ങൾ ഉറപ്പാക്കുന്നതിനും കോൺഗ്രസ് നിഷ്കർഷിച്ചു എന്ന് പറയുമ്പോൾ പൗരത്വം എന്നുള്ള വാക്കവിടെ പൗരത്വത്തിന് പിന്നെ അതിന് പ്രത്യേകിച്ച് ഒരു വാക്ക് പറയണം. അത് അച്ചടിക്കാൻ ഒരുപാട് പൈസ ഉണ്ടെന്ന് ചോദിക്കാം. നിങ്ങൾക്കത് പറയാൻ മടിയാണെന്ന്. അല്ല ഞാൻ നിങ്ങൾക്ക് കേരളത്തിൽ മാത്രം മത്സരിച്ചാ പോരാന്ന്. എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി കേരളത്തിൽ പറയാത്തത്? അല്ല ഞാൻ ചോദിക്കുന്നത് പൗരത്വം എന്ന് പറയുന്ന ഒന്ന് 1955 പൗരത്വ നിയമപ്രകാരം മതം അതിനൊരു ക്രൈറ്റീരിയ അല്ല. അതാണ് കോൺഗ്രസിന്റെ നിലപാട്. ആ നിലപാട് നിലനിൽക്കുമ്പോൾ പിന്നെ ഞങ്ങൾ എന്തിനാണ് പ്രത്യേകിച്ച് CAA കുറിച്ച് ഒരു കാര്യത്തെ കുറിച്ച് പ്രത്യേകിച്ച് പറയുന്നത്? ഏറ്റവും വലിയ ആധിയാണ്. ഞങ്ങൾ എടുത്ത് കളയുമെന്ന് പറയണ്ടേ? അതല്ല നിങ്ങൾ സ്പെസിഫിക് ആയി ഞങ്ങൾ അതുകൊണ്ടല്ലേ ഞങ്ങളുടെ മാനിഫെസ്റ്റോയിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ആളുകൾക്ക് വിചാരിക്കല്ലേ ഇതൊക്കെ ആളുകൾക്ക് മനസ്സിലാവില്ല. നിങ്ങളുടെ പരിമിതി ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ട്. എന്താ നിഷാദെ പറയുന്നത്? നിഷാദെ, ഭരണഘടനയിൽ ഉറപ്പു നൽകിയിരിക്കുന്ന അവകാശങ്ങൾ സംരക്ഷിക്കാൻ കോൺഗ്രസ് പ്രതിബദ്ധമാണ് എന്ന് ഞങ്ങളുടെ പ്രകടന പത്രികയിൽ പറയുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് CAA കുറിച്ച് എന്തെങ്കിലും അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമുണ്ടോ? ഞങ്ങൾ അത് എടുത്തു കളയുമെന്നുള്ള കാര്യം അത് 100% പ്രഖ്യാപിക്കപ്പെട്ട കാര്യമാണ്. ഒരു ചോദ്യം ഇവിടെ ജോയ്സ് ജോർജ് ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യങ്ങളെ ധ്രുവീകരിച്ചെടുത്താണ് കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ ടൈമിൽ ജയിക്കുകയുണ്ടായത്. ഒരു പ്രതിപക്ഷ പ്രവർത്തകന്റെ ഒരു ധാർമ്മികത നിലനിർത്തിക്കൊണ്ട് അദ്ദേഹം കഴിഞ്ഞ 5 വർഷം ഈ ജില്ലയിൽ നിരവധി കലാമിറ്റി വന്നിട്ടുണ്ടല്ലോ. ഇവിടെ കൊക്കയാറിൽ ദുരന്തമുണ്ടായി, പെട്ടിമടിയിൽ ദുരന്തമുണ്ടായി, ഈ സ്നേഹിതന്റെ കുടയത്തൂർ പഞ്ചായത്തിൽ ദുരന്തമുണ്ടായി. ഇവിടെ ഇത്രയധികം അദ്ദേഹം അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാതെ പറഞ്ഞ ആ ജനപ്രതിനിധി പ്രതിപക്ഷത്തിരുന്നപ്പം ആ പ്രതിപക്ഷ ധാർമ്മികത പുലർത്തിയിട്ടുണ്ടോ? അവിടെ എവിടെയെങ്കിലും ഏതെങ്കിലും വിഷ്വൽസില് അദ്ദേഹത്തിന്റെ സാന്നിധ്യം കാണുവാൻ ശ്രമിച്ചിട്ടുണ്ടോ? നമ്പർ 1. നമ്പർ 2, ഇടതുപക്ഷം ഈ സംസ്ഥാനത്ത് കഴിഞ്ഞ 5 വർഷമായി അല്ലെങ്കിൽ 2ാം ടൈം ഭരിക്കുമ്പോൾ ജോയ്സ് ജോർജും അദ്ദേഹത്തിന്റെ വിജയത്തിന് നിദാനമായി ഭവിച്ച കാരണങ്ങളെയും ഡൈല്യൂട്ട് ചെയ്യാൻ, ആ വിഷയങ്ങളിൽ ഇടപെടൽ നടത്താൻ ഈ സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റിനായിട്ടുണ്ടോ? 2 കാര്യങ്ങളാണ്. ഒന്ന്, ജോയ്സ് ജോർജ് എവിടെയായിരുന്നു ഇതുവരെ എന്നുള്ള ചോദ്യമാണ്. രണ്ടാമത്തേത്, സംസ്ഥാന സർക്കാർ ഭരിക്കുമ്പോൾ ജോയ്സ് ജോർജ് സമരത്തിന് ആയുധമാക്കിയ വിഷയങ്ങളിൽ അദ്ദേഹം എന്തുമാത്രം ഈ സർക്കാരിനെ കൂടെ ഇടപെടിപ്പിച്ചു എന്നാണ് അദ്ദേഹം പറയുമ്പോൾ. പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം എന്ന് മാത്രമേ പറയുള്ളൂ ജോയ്സ് ജോർജ് ജയിച്ചു എന്ന സാഹചര്യത്തെ സംബന്ധിച്ച്. കാരണം അത് മാധവ് ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടാണെന്ന് പറഞ്ഞാൽ അവിടേക്ക് വരുമ്പോൾ അതിനു മുമ്പത്തെ ജനപ്രതിനിധിയുടെ നിലപാട് അതിൽ വലിയ പ്രശ്നമായിരുന്നും അതിന്റെ പേരിലുള്ള വലിയ പ്രതിഷേധം ഈ നാട്ടിൽ ഉണ്ടായിട്ടുണ്ടെന്നും അദ്ദേഹത്തിന് സമ്മതിക്കേണ്ടതായി വരും. അപ്പോൾ മാധവ് ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഈ നാട്ടിലെ ജനങ്ങളെ കുടിയിറക്കാനുള്ള വലിയ ശ്രമങ്ങൾ, അല്ലെങ്കിൽ ഈ നാട്ടിൽ ജനജീവിതം സാധ്യമാകാത്ത തരത്തിലേക്കുള്ള ഒരു സ്ഥിതി ഉണ്ടാവുന്നു എന്ന് വരുമ്പോഴാണ് വലിയ പ്രതിഷേധം ഈ നാട്ടിലെ ജനങ്ങളുടെ ഭാഗമായിട്ട്. അങ്ങനെയാണ് ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ കൂടി പിന്തുണയോടുകൂടി ജോയ്സ് ജോർജ് വിജയിച്ചു വരുന്നത്. അപ്പോ അതിനുശേഷവും പറഞ്ഞ മുൻ ജനപ്രതിനിധിയായിരുന്ന ഇടുക്കിയിൽ നിന്നുള്ള ശ്രീ PT തോമസിന്റെ നിലപാട്, കസ്തൂരിരംഗൻ റിപ്പോർട്ട് ഈ ഇടുക്കി ജില്ലയിൽ നടപ്പിലാക്കണം എന്ന് തന്നെയാണ്. കോൺഗ്രസിൽ ഇപ്പോഴും ആ നിലപാടുള്ള ആളുകളുണ്ട്. അപ്പോ അതുകൊണ്ടാണ് അദ്ദേഹം അത് അങ്ങനെ വളച്ചുകെട്ടി പറഞ്ഞു പോകുന്നത്. എന്നാൽ അതിനുശേഷം അദ്ദേഹം ചോദിച്ച കാര്യം എന്ന് പറഞ്ഞാൽ ഈ കലാമിറ്റികളൊക്കെ ഉണ്ടായപ്പോൾ ഇദ്ദേഹം എവിടെയായിരുന്നു? ഏത് കലാമിറ്റി ഉണ്ടായ സ്ഥലത്താണ് ജോയ്സ് ജോർജ് ഓടി എത്താത്തത്? പെട്ടിമുടിയിലെത്തി, കുടയത്തൂരിലെത്തി, അതുപോലെ തന്നെ മുണ്ടക്കയത്ത് ഉണ്ടായ ഈ നാട്ടിലുണ്ടായ എല്ലാ പ്രശ്നങ്ങളിലും എത്തി. എല്ലായിടത്തും എത്തിച്ചേരാൻ വേണ്ടി അദ്ദേഹം തയ്യാർ. അതുപോലെ തന്നെ അരിക്കൊമ്പൻ അടക്കമുള്ള പ്രശ്നങ്ങൾ ഉയർന്നു വന്നപ്പോൾ ആ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി കോടതിയിൽ പോയതും അനുകൂലമായ ഉത്തരവ് വാങ്ങിയതും ജോയ്സ് ജോർജ് ആണ്. ഏലൻ ഡ്രയർ ഉടമകളുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ഡ്രയറുകൾക്ക് നിരോധനം ഉണ്ടായ സാഹചര്യം ഉണ്ടായപ്പോൾ ഈ ജില്ലയിലെ പ്രധാനപ്പെട്ടൊരു കൃഷിയാണ് ഏലകൃഷി. ആ വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയിൽ പോവുകയും ഏലൻ ഡ്രയർ ഉടമകൾക്ക് വേണ്ടി വാദിക്കുകയും അവർക്ക് അനുകൂലമായ ഉത്തരവുണ്ടാകുകയും ചെയ്തത് ജോയ്സ് ജോർജ് ആണ്. അതുപോലെ തന്നെ ഈ ജില്ലയിലെ ഭൂപ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനെ പരിഹരിക്കാൻ ഏറ്റവും നന്നായി ഈ നാട്ടിലെ ഭൂപ്രശ്നങ്ങളുടെ കുരുക്കുകൾ അഴിക്കാൻ അറിയാവുന്ന ആൾ, നിയമപരമായും അല്ലാതെ അറിയാവുന്ന ആൾ ജോയ്സ് ജോർജ് തന്നെയാണ്. ഇപ്പോ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരാണ് ഭൂപതിവ് ചട്ടം ഭേദഗതി എന്ന നിലയിലേക്ക് ഈ ജില്ലയിലെ സാഹചര്യം മാറ്റിയത്. ആ ഭൂപതിവ് ഭേദഗതി ബില്ലിനെ നിങ്ങൾ സഭയിൽ അനുകൂലിച്ചു. പക്ഷേ പുറത്ത് ഇടുക്കിയിൽ വന്നപ്പോൾ ഗവർണർ തടഞ്ഞു വെച്ചപ്പോൾ നിങ്ങൾ ഗവർണർക്ക് അനുകൂലമായി നിന്നു. നിങ്ങൾ ചോദിച്ച മറുപടി നിങ്ങൾ ഇവിടെ ആ ബില്ല് ഇടുക്കി ജില്ലയിൽ നിന്ന് പ്രതിഷേധിച്ച് ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നമല്ലേ? ഈ നാട്ടിലെ ജനങ്ങൾക്ക് അനുകൂലമായി ഭൂപതിവ് ചട്ടം ഭേദഗതി ചെയ്തപ്പോ ആ ബില്ല് ഈ നാട്ടിൽ തെരുവിൽ കത്തിച്ച പാർട്ടിയാണ് കോൺഗ്രസ്. ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? ആ ബില്ലിനെതിരായി നിലപാട് സ്വീകരിക്കുകയും ബില്ല് തടഞ്ഞു വെക്കുകയും ചെയ്ത RSSന്റെ ഏജന്റായ ഈ ഗവർണർക്ക് അനുകൂലമായി ജില്ലയിൽ വർത്തമാനം പറഞ്ഞ ജനപ്രതിനിധിയുടെ പേര് ചോദിച്ചാൽ
ഡീൻ കുര്യാക്കോസ് എന്നാണെന്ന് പറയേണ്ടി വരും. അദ്ദേഹം RSSന്റെ ഏജന്റ് ആണെന്ന് തിരിച്ചറിയാതെയാണോ ഡീൻ കുര്യാക്കോസും ഒപ്പം തന്നെ ഈ LDFന്റെ സ്ഥാനാർത്ഥിയും തമ്മിലുള്ള പോരാട്ടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്നയിക്കപ്പെടുന്ന പ്രാഥമിക പോയിന്റുകൾ ഇതൊക്കെയാണ്. വീണ്ടും സ്വാഗതം ബിഗ് ഫൈറ്റിലേക്ക്. തൊടുപുഴയിൽ നിന്നാണ് ബിഗ് ഫൈറ്റ് നമ്മൾ തത്സമയം ചേരുന്ന. ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ സംസാരിക്കായിരുന്നു, ചർച്ചയായിരുന്നു. നമ്മൾ വീണ്ടും എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിപ്പോ ചില ചോദ്യങ്ങളിലേക്ക് പോവാണ്. വേഗം ചോദിച്ചു. ആരോട് ചോദിക്കുന്നു? സേനാപതി വേണൂരിനോടാണ്. ഈ ഭൂപതിവ് ചട്ടം ഭേദഗതി ചെയ്യുന്നതിന് ഒരു ക്യാബിനറ്റ് ഡിസിഷൻ എടുത്താൽ പോരെ, അത് നിയമസഭയിൽ കൊണ്ടുവരികയും ബില്ല് അവതരിപ്പിക്കുകയും ഗവർണറുടെ അനുമതിക്ക് വേണ്ടിയിട്ട് വിടുകയും ചെയ്യേണ്ട കാര്യമുണ്ടോ? ശരി, അതാണ് ചോദ്യം. അല്ല, 1960 ഭൂപതിവ് ചട്ടത്തിന്റെ പോരായ്മകൾ പരിഹരിക്കണമെന്നാണ് കോൺഗ്രസും UDFും ആവശ്യപ്പെട്ടത്. എന്ന് പറഞ്ഞാൽ കർഷകർക്ക് അല്ലെങ്കിൽ ഭൂമി കൈവശമുള്ളയാൾക്ക്, പട്ടയം കിട്ടിയ ആൾക്ക് അവന്റെ ഭൂമിയിൽ അവൻ ഇഷ്ടമുള്ള നിർമ്മിതികൾ നടത്താനുള്ള അനുമതി ലഭിക്കണം. അതായിരുന്നു UDFന്റെ ആവശ്യം. പക്ഷെ നിർഭാഗ്യവശാൽ ഇവർ കൊണ്ടുവന്ന ബില്ല് 64 മുതൽ ഇന്നോളം പണിത കെട്ടിടങ്ങളെ റെഗുലറൈസ് ചെയ്യുക. അതൊക്കെ ഓൾറെഡി റെഗുലറൈസ് ചെയ്യപ്പെട്ടു. ഈ ഇരിക്കുന്ന കെട്ടിടങ്ങളെല്ലാം ഇനി ഇതിന് പിഴ അടച്ചുവല്ലോ റെഗുലറൈസ് ചെയ്യേണ്ടത്. അപ്പൊ ഇവർ യഥാർത്ഥത്തിൽ കൊണ്ടുവന്ന ബില്ല് അത് കൃഷിക്കാരെ സഹായിക്കാനുള്ള ബില്ലല്ല. അത് സാറ് സൂചിപ്പിച്ച അങ്ങ് പറഞ്ഞതുപോലെ അത് ക്യാബിനറ്റ് ഡിസിഷനിൽ ചെയ്യാവുന്ന ഒരൊറ്റ കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇനി ഞാൻ അദ്ദേഹം പറഞ്ഞ ഒരു 2 കാര്യമുണ്ടല്ലോ, അദ്ദേഹം അതിന്റെ ഒരു മറുപടി പറയണല്ലോ. ഒന്ന്, ചോദിച്ച ചോദ്യത്തിന് അനുബന്ധമായിട്ട് ഇദ്ദേഹം പറഞ്ഞത് ജോയ്സ് ജോർജിന്റെ ഇവിടുത്തെ ഇടപെടലുകളാണ് കഴിഞ്ഞ 5 കൊല്ലക്കാലത്ത് പ്രതിപക്ഷ MLA എന്ന്. ഞാൻ പറയുന്നു 2019 MP സ്ഥാനം പോയതിനു ശേഷം അദ്ദേഹം ആദ്യമിട്ട ഫേസ്ബുക്ക് പോസ്റ്റ് പ്രൊഫൈൽ തന്റെ അഭിഭാഷക കുപ്പായവുമായിട്ട് അദ്ദേഹം ഹൈക്കോടതിയിലേക്ക് പോകുന്നതാണ്. അദ്ദേഹത്തിന് ജോലി ചെയ്യുക, ആ കാര്യത്തിലൊന്നും തർക്കമില്ല. പക്ഷേ അതിനുശേഷം ഇടുക്കിയിലെ ഒരു വിഷയങ്ങളിലും അദ്ദേഹത്തിന്റെ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ നിഷാന്ത് റാവുത്തറും കൂടി അറിയണം. ശ്രീ ജോയ്സ് ജോർജിന്റെ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് അദ്ദേഹം കൊടുത്തിരിക്കുന്ന ക്രിമിനൽ കേസുകളുടെ പട്ടികയാണ്. 8 കേസുകളാണിത്. ഈ 8 കേസുകളുടെ ഇതിന്റെ ഒരു സെക്കൻഡ് ഞാനറിയാം. അതിന്റെ കുറ്റകൃത്യം 120B ക്രിമിനൽ ഗൂഢാലോചന, 420 ചീറ്റിംഗ്, 468 വ്യാജരേഖയുണ്ടാക്കി ഫോർജർ ചെയ്യുക, 471 ആ വ്യാജരേഖ ഒറിജിനലാണ് എന്ന് പ്രചരിപ്പിക്കുക. അടുത്തത് SC/ST അട്രോസിറ്റീസ് ആക്ട്. 8 കേസ് ഒരേ രീതിയിലുള്ള. ഇതെന്താണെന്നറിയോ? കൊട്ടാക്കമ്പൂരിലെ ആദിവാസികളുടെ ഭൂമി തട്ടിയെടുത്ത് വ്യാജപ്പട്ടയം ഉണ്ടാക്കിയ 8 കേസുകൾ അദ്ദേഹത്തിന്റെ. കലാപാഹ്വാന കുറ്റമുള്ള നേതാക്കൾ കോൺഗ്രസിലുണ്ട്. ഏതാ? ഇവിടെ കേരളത്തിലെ കോൺഗ്രസിൽ എന്തുമാത്രം 153 ആയുള്ളവരുണ്ട്. അല്ല, 153 പോലെയാണോ വ്യാജപ്പട്ടയം ഉണ്ടാക്കുന്നത്? വ്യാജപ്പട്ടയം ഉണ്ടാക്കുന്ന 153 ആണ്. ഇനി ഒരു കാര്യം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്നറിയോ? ഡീൻ കുര്യാക്കോസിന്റെ പേരിലെ കേസുകളുടെ പട്ടിക അദ്ദേഹം കൊടുത്തിരിക്കുന്നു. 33 കേസിന്റെ പട്ടികയാണ് കൊടുത്തിരിക്കുന്നത്. മുഴുവൻ 143, 144 വഴി തടഞ്ഞത്, പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത്, തഹസിൽദാരെ ഔദ്യോഗിക കൃത്യം തടസ്സപ്പെടുത്തിയത്, DYSPയുടെ ഔദ്യോഗിക കൃത്യം തടസ്സപ്പെടുത്തിയത്. ഞാൻ ഒരു പൊതുപ്രവർത്തകൻ, എന്റെ പേരിൽ 12 കേസ്. ഈ ഇരിക്കുന്നവരെല്ലാവരുടെയും പേരിൽ ഞാൻ ചോദിക്കുന്നു, ഈ പൊതുജനങ്ങൾക്ക് വേണ്ടി മുദ്രാവാക്യം വിളിച്ചതിനും സിന്ദാബാദ് വിളിച്ചതിന്റെയും പേരിൽ കഴിഞ്ഞ 5 കൊല്ലം ഈ ആളുടെ പേരിൽ എടുത്തിരിക്കുന്ന ഒരു ക്രിമിനൽ കേസ്. അപ്പൊ അദ്ദേഹത്തിന് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചതിനുള്ള കേസല്ല എന്നാണ്. ഞാനൊന്ന് സമയമല്ലാതെ ഒന്ന് ബാലൻസ് ചെയ്യട്ടെ. ബിന്നു, ഇതിനകത്തൊരു പ്രധാനപ്പെട്ട സംഗതിയുള്ളത്, ഇടുക്കിയും വയനാടും പോലെയുള്ള മലയോര മേഖലകൾ നേരിടുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഒരു CCFന് 1-2 ഉത്തരവ് കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്നതല്ല. അതിനപ്പുറത്തേക്ക് അത് വളർന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പൊ 72 നിയമം അമെന്റ് ചെയ്യുകയും മനുഷ്യരുടെ ജീവിതം സുഗമമാക്കുന്നതിന് ദീർഘകാല പദ്ധതി ഉണ്ടാക്കുകയും ചെയ്യുക എന്നതാണ് ഒരു ഭരണകൂടത്തിന്റെ ബാധ്യത. അതിൽ നിങ്ങൾ ഒളിച്ചു കളിക്കുകയാണ്. എന്നിട്ട് CCF ഉത്തരവിട്ടാ പോരെ എന്ന നിഷ്കളങ്ക ഭാവമുള്ള ചോദ്യം ചോദിക്കുകയാണ്. അത് ജനങ്ങൾ ചോദിക്കില്ല നിങ്ങളോട്. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. CCF ഉത്തരവിട്ടാ പോരെ എന്ന് ചോദിച്ചത് വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട കാര്യത്തിന് മാത്രമാണ്. മനസ്സിലായോ? അല്ലാതെയുള്ള വിഷയങ്ങളിൽ ഒന്ന്, നിങ്ങൾക്കറിയാം, ഞങ്ങൾക്ക് കേരളത്തിൽ നിന്ന് ജനപ്രതിനിധികളില്ല പാർലമെന്റിൽ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ അല്ലെങ്കിൽ ഇതിനുവേണ്ടി പ്രഷർ ചെയ്യാൻ. ഇനി 2, ഇവിടുന്ന് ഇല്ലെങ്കിലും ഒരുമിച്ച് നിൽക്കുന്ന 20 MP-മാരല്ലേ ഉള്ളേ. ഇപ്പൊ ഇവിടെ ഈ പറഞ്ഞ ഇവർ രണ്ടുപേരും അല്ല, അത് തന്നെ. ഓക്കെ ശരി തന്നെ. ഞാൻ ചോദിക്കുന്നത്, ഈ 2 പേരും ഇവിടെ കിടന്ന് ഈ ഗുസ്തി ആരോടായി കാണിക്കണം? ഈ നാടകം ആരോടാ? ഈ 2 പേരും പോയാൽ ഒരാൾക്ക് വേണ്ടിയല്ലേ അവിടെ ചെന്ന്. നിങ്ങൾ 72 നിയമത്തെ കുറിച്ച് പറഞ്ഞു. നിങ്ങൾ ഒരു ആനയെ കൊല്ലാം, 2 ആനയെ കൊല്ലാം, അല്ലെ ഒരു പുലിയെ കൊല്ലാം. ഈ പ്രശ്നം പക്ഷെ 1-2 ആനയല്ല. അല്ല, അതാ പറഞ്ഞേ. അതിന് ഇവിടുന്ന് 20 MP-മാര് പോയിട്ട് എത്ര പേപ്പർ അവിടെ കൊടുത്തു, എത്ര കാര്യങ്ങൾ അവിടെ ചെയ്തു. ഒരു ചോദ്യം ആവശ്യം പലകുറി പാർലമെന്റ് വന്നിട്ടുണ്ട്. നിങ്ങൾ പരിഗണിക്കുന്നില്ല. ഇത് പറച്ചിൽ മാത്രമേ ഉള്ളൂ. ഇവിടെ ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ. ഒരു ചെറിയൊരു ചോദ്യം ചോദിച്ചു, പരിപാടി കഴിഞ്ഞു, ഡ്യൂട്ടി തീർത്തു പോരും അല്ലല്ലോ. ഈ പരിപാടി ഇത് നടപ്പാക്കണമെങ്കിൽ, നിയമം നടപ്പാക്കണമെങ്കിൽ എന്ത് പ്രഷർ ചെയ്തു 20 MP-മാരാ ഇവിടുന്ന് പോകുന്നത് അല്ലേ? നിങ്ങളുടെ ഇതൊന്നുമില്ലാതെ എല്ലാം ഇതെത്ര കാലമായി. ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം സിമ്പിൾ ആണ്. അതായത് ഇവിടെ കേന്ദ്രീയ വിദ്യാലയം കൊണ്ടുവന്നത് മോദി നേരിട്ടാണ്. വന്യജീവിയുടെ കാര്യം ചോദിക്കുമ്പോൾ ഇവിടുത്തെ MP എന്തുകൊണ്ട് പറഞ്ഞില്ല? ഇത് രണ്ട് നിലപാടാണ്. ഇവിടുത്തെ MP അല്ല,
ഇവിടുത്തെ ഇവിടുത്തെ എംപിമാർ പറഞ്ഞാലേ ഞങ്ങൾ ചെയ്യുമെന്നാണെങ്കിൽ എന്നില്ല. ഇവിടെ വന്ന മുഴുവൻ പ്രോജക്ടിന്റെ ഉത്തരവാദിത്വം അവർക്ക് കൊടുക്കണം. നിങ്ങൾ ഇടുക്കിയും വയനാടും പ്രത്യേകം പറഞ്ഞല്ലോ. വയനാടിന്റെ MP പറഞ്ഞോ അവിടെ? ഞാൻ ചോദിക്കുന്നത് കെ സുരേന്ദ്രൻ വയനാട്ടിൽ മത്സരിക്കുന്നു. സുരേന്ദ്രൻ അങ്ങനെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമില്ല. ഞങ്ങൾ നിയമം അമന്റ് ചെയ്തൊരു വാഗ്ദാനമില്ല. 100% പറയാം, കെ സുരേന്ദ്രൻ ഒരു MP എങ്കിലും കേരളത്തിൽ നിന്ന് പോയാൽ ഈ വിഷയത്തിന് വേണ്ടി ശക്തമായിട്ട് പാർലമെന്റിൽ ഇടപെടും, ആ MP യെ നിയമത്തിന് വേണ്ടി മാറ്റം വരുത്തുകയും ചെയ്യും. ശരി, ഒരു ശരി. സംശയവും വേണ്ട. ശരി ശരി, നിങ്ങൾ ആരോട് ചോദിക്കുന്നു? എന്റെ ചോദ്യം കോൺഗ്രസിന്റെയും BJPയുടെയും പ്രതിനിധികളോടായിട്ടാണ്. നമ്മുടെ രാജ്യത്ത് ഈ ക്യാമ്പസുകളിലും പരീക്ഷാ കേന്ദ്രങ്ങളിലും ഹിജാബ് ധരിച്ച് അല്ലെങ്കിൽ ശിരോവസ്ത്രം ധരിച്ചെത്തുന്നതിനെ കുറിച്ച് വിവാദങ്ങളൊക്കെ ഇടയ്ക്കുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ദിവസം തെലങ്കാനയിലെ സെന്റ് മദർ തെരേസ സ്കൂളില് അവിടെ മതപരമായ വസ്ത്രം ധരിച്ച് എത്തിയതിന്റെ പേരിൽ അവിടുത്തെ പ്രിൻസിപ്പള് കുട്ടികളെ വിളിച്ച് കാരണം ചോദിച്ചതിന്റെ പേരിൽ ഈ കഴിഞ്ഞ ദിവസം മദർ തെരേസയുടെ ഉൾപ്പെടെയുള്ള പ്രതിമകൾ അടിച്ചു തകർക്കുന്ന ഒരു സമീപനം RSS സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ വിഷയത്തിൽ നിങ്ങൾ രണ്ടുപേരുടെയും അഭിപ്രായം എന്താണെന്ന് അറിയാൻ താല്പര്യമുണ്ട്. ക്ലബ്ബ് ചെയ്ത് ചോദിക്കണ്ട, എന്നോടുള്ള ചോദ്യമാണെങ്കിൽ എന്നോട് ചോദിക്കുക. അദ്ദേഹത്തോട് അല്ല, രണ്ടുപേരുടെയും അഭിപ്രായം എന്താണെന്ന് സംഘപരിവാർ ആദ്യത്തെ ഉത്തരം പറയണം. ഉത്തരം ഇവിടെ നിങ്ങൾക്ക് എടുക്കുന്ന പൊസിഷൻ വേറെയാണ്, നോർത്തിൽ നിങ്ങളുടെ പൊസിഷൻ വേറെയാണ്. ഉത്തരവാദിത്വമുണ്ട്. കോൺഗ്രസ് മതേതര കക്ഷിയാണെന്ന് ഇവിടെ വലിയ പ്രസംഗം നടത്തുന്നവരാണ്. അപ്പൊ നിങ്ങൾ അതിന്റെ അഭിപ്രായം നിങ്ങൾ പറയണം. രാഹുൽ ഗാന്ധി നമ്മുടെ രാജ്യത്ത് പല സംസ്ഥാനങ്ങളിൽ ചെല്ലുമ്പോ അവിടുത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച് വേഷം കെട്ടുന്ന ഒരാളാണ്. ഹനുമാന്റെ വേഷം ഭരണഘടനാപരമായ എല്ലാ ഉത്തരവാദിത്തങ്ങളും നിർവഹിക്കുമെന്ന് ഞങ്ങൾ കവർ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ അത് പ്രത്യേകം പറയേണ്ട കാര്യമില്ല എന്നായിരിക്കും കോൺഗ്രസിന്റെ മറുപടി. ഇല്ല, അത് കോൺഗ്രസിന് മറുപടി നിങ്ങളുടെ മറുപടി എന്താണ്? നിങ്ങൾ ഇവിടെ വലിയ ന്യൂനപക്ഷ സ്നേഹം പറയുന്നവരാണ്. നോർത്തിൽ പക്ഷെ നിങ്ങൾ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നു. പ്രത്യേകിച്ച് ഇപ്പൊ പറഞ്ഞ ക്രിസ്ത്യൻ മൈനോറിറ്റിക്കെതിരെ കഴിഞ്ഞ വർഷം മാത്രം 172 ക്രൈംസ് അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട്. FIR. അല്ല നിഷാദ് കണ്ണടച്ച് പറയല്ലേ. ഇവിടെ മാത്രമല്ല, ഞങ്ങൾ അഖിലേന്ത്യാ തലത്തിൽ ഒരൊറ്റ നയമേ ഉള്ളൂ. ന്യൂനപക്ഷങ്ങളോടും ഭൂരിപക്ഷങ്ങളോടും ഒക്കെ ഒരേ നയമുള്ളൂ. ഞാൻ അത് ആദ്യം പറഞ്ഞുതരാം. സുരേഷ് ഗോപി തൃശ്ശൂരിൽ പറയുന്ന നയമാണോ അല്ല നിങ്ങൾ നോർത്ത് ഇന്ത്യയിലുള്ള സുരേഷ് ഗോപി മണിപ്പൂരിലെ നയമാണോ? തൃശ്ശൂരും മണിപ്പൂരും ഒന്നുമല്ല. ഇന്ത്യയില് ഭാരതത്തിലെ NDAക്ക് BJPക്ക് ഒറ്റ നയമേ ഉള്ളൂ. അത് ഇന്ത്യയിൽ മുഴുവനും അതേ നയമേ ഉള്ളൂ. അത് വയനാടാകട്ടെ, ഇടുക്കി ആവട്ടെ, ഇനി തെലങ്കാന ആകട്ടെ, എവിടെയാണെങ്കിലും ഈ തരത്തിൽ ഇപ്പൊ ആ സഹോദരൻ പറഞ്ഞതുപോലെ എവിടെയെങ്കിലും ഒന്നോ രണ്ടോ വിഷയങ്ങൾ ഉണ്ടായിട്ട് ഞങ്ങൾ അതിനെ തള്ളി പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രശ്നമില്ല, ഞങ്ങൾ തള്ളി പറഞ്ഞിട്ടുണ്ട്. അതിനെ ഒന്നും ഒരിക്കലും അനുകൂലിക്കുന്ന അല്ല. മറുപടി പറയാൻ നിങ്ങൾ അല്ല നിങ്ങൾ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാലേ നിങ്ങൾ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മറുപടി പറയട്ടെ. അത് കേൾക്കാൻ മനസ്സിലാക്കും, അത് കേൾക്കാൻ നിങ്ങൾ തയ്യാറാവും. മറുപടി കേൾക്കാൻ നിങ്ങൾ ചോദ്യം മാത്രം പോരല്ലോ, അത് മറുപടി പറയാൻ അങ്ങനെ ഉണ്ടെങ്കിൽ പറയട്ടെ. ഇത് അങ്ങനെ ഏതെങ്കിലും തരത്തിൽ സംഘടനയുമായി ബന്ധപ്പെട്ടവരാണ് എങ്കിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല എല്ലാ വിഷയങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ ആർക്ക് സംശയം? ഞാൻ ആദ്യം ഇവിടെ സൂചിപ്പിച്ച് NDA ഗവൺമെന്റ് നടപ്പാക്കിയ ഒരു പദ്ധതിയും ആ സുഹൃത്ത് കേൾക്കാത്തോണ്ടാന്ന് തോന്നുന്നു, ഒരു പദ്ധതിയും ഒരു ജാതിയുടെയോ മതത്തിന്റെയോ രാഷ്ട്രീയത്തിന്റെയോ അടിസ്ഥാനത്തിലല്ല. നിങ്ങൾ പറ, ഇവിടെ നടപ്പാക്കിയ ഏതെങ്കിലും പദ്ധതി ഇന്ന പാർട്ടിക്കാരന് മാത്രമേ BJPക്കാരന് മാത്രമേ കിട്ടിയുള്ളൂ, അല്ലെങ്കിൽ NDAയുടെ ഘടകകക്ഷികൾക്ക് കിട്ടിയ ഏതെങ്കിലും പദ്ധതി പറ. ഇല്ല. ജാതിയല്ല, ഏതെങ്കിലും ഒരു ജാതിക്ക് മാത്രമായിട്ട് പദ്ധതിയുണ്ട്? ഒന്നുമില്ല. ഇവിടുത്തെ സാധാരണക്കാരനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് NDA ഗവൺമെന്റ് പ്രസംഗിക്കുന്ന മുഴുവൻ ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടിയാണ്. ആർക്കാ? പ്രധാനമന്ത്രി എല്ലായിടത്തും പ്രസംഗിക്കുന്ന ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടിയാണ്. ഏത് വിഭാഗത്തിന്? നിങ്ങൾ തുറന്നു പറയൂ നിഷാദേ. നോക്കൂ, രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും കൂടി മട്ടൻ കറി ഉണ്ടാക്കി കഴിച്ചു. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യണമെന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രിയല്ലേ ഇന്ത്യയിലുള്ളത്? ഒരിക്കലും അല്ല. പിന്നെന്താണ്? 10 വർഷം ഭരിച്ച പാലത്തിന്റെ ഉണ്ടാക്കിയ തൊഴിലിന്റെ കഥയല്ലേ പറയുന്നത്? അതിന്റെ ബാക്കി ഭാഗവും കൂടി മാസത്തിൽ മട്ടൻ കറി ഉണ്ടാക്കി അവർ ഭൂരിപക്ഷത്തിന്റെ മട്ടൻ ഉണ്ടാക്കിയോ ചിക്കൻ ഉണ്ടാക്കിയോ ഒന്നും അല്ല വിഷയം. മട്ടൻ ഉണ്ടാക്കിയോ ചിക്കൻ ഉണ്ടാക്കിയോ തമിഴ്നാട്ടിൽ എന്താ പ്രസംഗിച്ചത്? അതാ പറഞ്ഞത്. രാഹുൽ ഗാന്ധി ഇവിടെ വന്നിട്ട് എന്താ ഉപ്പ് വെങ്കായം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വലിയ പരിപാടി ഇവിടെ നടത്തിയതിന് മറുപടി ആയിട്ടാ പറഞ്ഞത്. ഒരു കുഴപ്പമില്ല, നല്ലതാ. ഞങ്ങളത് പറഞ്ഞത് അല്ലല്ല 2 വളത്തെ കാലം ഒരേടത്ത് വരുമ്പോ അല്ല നിഷാദേ, ഒരേടത്ത് വരുമ്പോ രാഹുൽ ഗാന്ധി പക്കാ വെജിറ്റേറിയൻ ആയിട്ട് പബ്ലിക്കിന് മുന്നിൽ അവതരിക്കും. പറഞ്ഞു മറ്റേടത്ത് വരുമ്പോ എല്ലാത്തിലും ആയി. ആ പരിപാടി വേണ്ട. അദ്ദേഹം ചോദിച്ച ചോദ്യത്തിന്റെ മറുപടി, 58 കൊല്ലം ഞങ്ങൾ ഈ രാജ്യം ഭരിച്ചു കോൺഗ്രസ്. ഞങ്ങൾ ഭരിക്കുന്ന കാലഘട്ടത്തിൽ ആരെയെങ്കിലും മതത്തിന്റെ പേരിൽ, അവൻ കഴിക്കുന്ന ആഹാരത്തിന്റെ പേരിൽ, ധരിക്കുന്ന വസ്ത്രത്തിന്റെ പേരിൽ ഒരു വിവേചനവും കാണിച്ചിട്ടില്ല. ഞങ്ങളുടെ പ്രഖ്യാപിതമായ നയം
ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ, ഇഷ്ടമുള്ള സംസ്കാരം തുടരാൻ ആ സ്വാതന്ത്ര്യം നിലനിൽക്കണം. അതിനുവേണ്ടി നടത്തുന്ന പോരാട്ടമാണ് രാഹുൽ ഗാന്ധിയുടെ നിങ്ങൾ ഭരിക്കുന്ന കാലത്ത് ഉണ്ടായിട്ടുള്ള കലാപങ്ങളുടെ വീട്ടിൽ പോയ മന്ത്രിമാരുടെ കഥ വേറെ എടുക്കണം. നടപടി എടുത്തിട്ടുണ്ടോ? അല്ല, ഇതിനകത്ത് ഈ പറയുന്ന കമ്മ്യൂണൽ വിഷയങ്ങൾ കൂട്ടിച്ചേർത്ത് പറയാനുള്ളത്, ഈ കമ്മ്യൂണൽ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബിജെപിയും കോൺഗ്രസും സ്വീകരിക്കുന്ന സമീപനങ്ങളിൽ തന്നെ വലിയ വ്യത്യാസമില്ല. ഇന്ന് രേവന്ത് റെഡ്ഡി ഈ പറയുന്ന തെലങ്കാനയുടെ മുഖ്യമന്ത്രിയാണ്. ഇന്ന് കേരളത്തിലൊന്ന് പ്രസംഗിക്കുകയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി വർഗീയവാദിയാണെന്ന്. പക്ഷേ തന്റെ സ്വന്തം സംസ്ഥാനത്ത് ഒരു മലയാളി വൈദികനെ അടിച്ച് ജയ് ശ്രീറാം വിളിപ്പിച്ച് നെറ്റിയിൽ കുറി ചാർത്തി അവിടെ മദർ തെരേസയുടെ രൂപത്തിന് നേരെ കല്ലെറിയുമ്പോഴും കോൺഗ്രസിന് മൗനമാണ്. ഈ രാജ്യത്തുണ്ടാവുന്ന എല്ലാ കമ്മ്യൂണൽ വിഷയങ്ങളോടും മൗനമാണ്. എന്താ കാര്യം എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം വയനാട് പറഞ്ഞു തരും. വയനാട് പച്ചക്കൊടി കണ്ടാൽ അങ്ങ് ഉത്തരേന്ത്യയിൽ RSSന് ഹാലിളകുന്നത് കൊണ്ട് ആ കൊടി മടക്കി വെക്കാൻ ലീഗിനോട് ആവശ്യപ്പെടുന്ന കോൺഗ്രസിന് എങ്ങനെയാണ് ഇതിനകത്ത് സത്യസന്ധമായ നിലപാട് സ്വീകരിക്കാൻ വേണ്ടി കൊടി കണ്ടാൽ RSSന് വിഷമം വരുന്നത് കൊണ്ട് ഇവിടെ വേണ്ട കൊടി വേണ്ട, കൊടി എടുത്തോളം ഇറക്കി വിടുക. ഇന്നോളം ഞങ്ങൾ കണ്ടിട്ടുള്ളത് ചുവന്ന കൊടിയില്ല. ഇന്ന് കോൺഗ്രസിന്റെ യോഗത്തിൽ നിന്ന് കൊടി എടുത്തോളം പ്രവർത്തനം ഇറക്കി വിടുക. ചുറ്റിക നക്ഷത്രം പച്ച. അടുത്ത ചോദ്യം ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്ത് ഒരു മറുപടി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ 5 വർഷം പൂർത്തിയാക്കിയതിനു ശേഷം ജോയിസ് ജോർജ് നേരെ കോടതിയിലേക്കാണ് പോയത് എന്ന് പറഞ്ഞു. അഭിമാനപൂർവ്വം ഞങ്ങൾക്ക് പറയാൻ വേണ്ടി 5 വർഷം ഭരിച്ചാൽ പിന്നെ ആയുഷ്കാലം ഒരു പണിക്കും പോകണ്ട എന്ന കോൺഗ്രസിന്റെ ചിന്തയിൽ നിന്നുമാണ് അതുണ്ടാവുന്നത്. 5 വർഷം ജനപ്രതിനിധിയായിരുന്ന ഒരാൾ വീണ്ടും തൊഴിലെടുക്കാൻ പോകുന്നതിൽ എന്ത് അപമാനമാണ് ശ്രീ. അദ്ദേഹം പിന്നീട് ജനകീയ വിഷയങ്ങൾക്ക് വേണ്ടി സമയം മാറ്റി. ഒരു സെക്കൻഡ്. CPMന്റെ രാഷ്ട്രീയ ഗതികേട് അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിപ്പിക്കാൻ CPMന്റെ യോഗ്യനായ ഒരാളുമില്ല. അതുകൊണ്ട് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ ടോർച്ച് അടയാളത്തിൽ മത്സരിച്ച ആളെ വാടകയ്ക്കെടുത്ത് ക്ലബ്ബുകൾ ആളുകളെ വാടകയ്ക്കെടുക്കുന്ന പോലെ ഈ ജോയിസ് ജോർജ് ഞാൻ ചോദിക്കുന്നത് ബിജെപിക്ക് 5 സ്ഥാനാർത്ഥികളെ കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ സംഭാവന ചെയ്ത പാർട്ടിയാണ് പറയുന്നത്. ഇന്നലെ ഇവിടെ വന്ന് ചർച്ച നയിച്ച ശ്രീനഗരി രാജൻ എവിടുന്ന പോയെന്ന് പറഞ്ഞാൽ മതി. ഇത്തവണത്തെ ലോക്സഭാ ഇലക്ഷനില് BJP നേതൃത്വം നൽകുന്ന മുന്നണിയെ പിന്നിലാക്കാൻ വേണ്ടി രാജ്യത്ത് ആരാണ് നേതൃത്വം നൽകേണ്ടത്? കോൺഗ്രസ് ആണ് എന്നാണ് താങ്കളുടെ ഉത്തരമെങ്കില് നമ്മുടെ വയനാട്ടിൽ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിക്കെതിരെ നിങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തി? കോൺഗ്രസ് ആണ് അതിന് നേതൃത്വം കൊടുക്കേണ്ടതെന്നൊരു അഭിപ്രായമേ ഇല്ല. ഈ നാട്ടിലെ മുഴുവൻ മതനിരപേക്ഷവാദികൾ ഒരുമിച്ചാണ് നേതൃത്വം കൊടുക്കേണ്ടത് എന്നുള്ളതാണ് മറുപടി. ഈ നാട്ടിലെ മുഴുവൻ മതനിരപേക്ഷവാദികളും ഇന്ത്യ മുന്നണിയുടെ നേതൃത്വം കോൺഗ്രസ് ആണെന്ന് ആരെങ്കിലും പറഞ്ഞോ? ഈ നാട്ടിലെ മുഴുവൻ മതനിരപേക്ഷവാദികൾ ഒരുമിച്ച് നേതൃത്വം കൊടുക്കണം. ഇനി വയനാട്ടിൽ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വന്നു? നിങ്ങളാണ് BJP എതിർക്കുന്നതെങ്കിൽ എന്തുകൊണ്ട് BJP ഭരിക്കുന്ന സ്റ്റേറ്റുകളിൽ BJPക്ക് വലിയ എണ്ണം MP-മാരുള്ള സ്റ്റേറ്റുകൾ ഉത്തർപ്രദേശിൽ കോൺഗ്രസിന്റെ കുത്തകയായിരുന്ന മണ്ഡലങ്ങളിൽ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നില്ല? എന്തുകൊണ്ട് ചുരം കയറി വയനാട്ടിൽ വന്ന് BJPയുടെ പൊടി പോലും ഇല്ലാത്ത നാട്ടിൽ വന്ന് മത്സരിക്കുന്നു എന്നുള്ളതിനകത്ത് ആ ഉത്തരവുണ്ട്. കോൺഗ്രസും രാഹുൽ ഗാന്ധി അല്ല അതിനെ ലീഡ് ചെയ്യേണ്ടതാണ്. ഞാൻ വീണ്ടും സ്വാഗതം. ബിഗ് ഫൈറ്റ് തൊടുപുഴയിൽ നിന്ന് തത്സമയം നമ്മൾ ഇടുക്കി ലോക്സഭാ മണ്ഡലത്തെ കുറിച്ച് സംസാരിക്കായിരുന്നു. അപ്പൊ നമ്മൾ വീണ്ടും പ്രേക്ഷകരുടെ ചോദ്യത്തിലേക്ക് പോകണം. ആരോട് ചോദിക്കുന്നു? ആരോട്? കോൺഗ്രസ് നേതാവാണ്. ഈ ഇലക്ഷൻ കഴിയുന്നവരെയെങ്കിലും KPCC പ്രസിഡന്റ് സുധാകരൻ കോൺഗ്രസിൽ തുടരുമോ എന്നൊന്ന് അറിയിച്ചാൽ മതി. പിന്നെ BJP വക്താവോട് ഒറ്റ ചോദ്യം കൂടെ. ഈ 2004 ഭരണത്തിൽ വരുമ്പോൾ ഗ്യാസ് വില കുറയ്ക്കാമെന്നും എല്ലാം പറഞ്ഞ് മനുഷ്യനെ പറ്റിച്ചതാണോ? അതൊന്ന് തെളിച്ച് പറയാവോ? ശരി. അല്ല, കെ സുധാകരൻ പലതവണ ഐ വിൽ ഗോ വിത്ത് BJP, എനിക്ക് ആരോടും പറയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നതിനെ മുൻനിർത്തിയായിരിക്കും അദ്ദേഹത്തിന്റെ ചോദ്യം. അത് കോൺഗ്രസ്സുകാർ BJP പോയതിനെ കുറിച്ചാണ്. അങ്ങനെ ഒരു കോൺഗ്രസ്സുകാർ BJP പോയതിനെ കുറിച്ചൊന്നും ഞങ്ങൾക്ക് തർക്കമില്ല, ഞങ്ങളത് അംഗീകരിക്കുന്നു. പക്ഷേ ഈ ബംഗാളിലെയും ത്രിപുരയിലെയും പാർട്ടി അപ്പാടെ BJPയിലേക്ക് പോയിരിക്കുന്നു. ഇനിയിപ്പോ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നില്ല. പോയ പോലെ പാർട്ടി അപ്പാടെ BJPയിലേക്ക് പോയി. അതാണ് ഇനി കേരളത്തിൽ സംഭവിക്കുന്നത്. ലളിതമായ ഒരു ചോദ്യമുണ്ട്. ത്രിപുരയിൽ നിങ്ങളുടെ പാർട്ടി എവിടെ? നിങ്ങളുടെ പാർട്ടി ത്രിപുരയിൽ? ഞങ്ങൾ 35 കൊല്ലം ഞങ്ങൾ ത്രിപുരയിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ മുൻ പാർട്ടി ഏതാണ്? ഞങ്ങളെ കയ്യും കാലും വെട്ടി ഞങ്ങളെ ഞങ്ങൾ ത്രിപുരയിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ മുൻ പാർട്ടി ഏതാണെന്ന് പറഞ്ഞല്ലോ. ത്രിപുരയിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ മുൻ പാർട്ടി ഏതാണെന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇവരുടെ പാർട്ടി അപ്പാടെ പാർട്ടി ആഫീസും കോൺഗ്രസ് ആണ്. ഇത് കേരളത്തിൽ സംഭവിക്കും.
കേരളത്തിലും അധികം ചോദ്യം വൈകാതെ തന്നെ നിങ്ങളോടുള്ള ചോദ്യമാണ്. അതിന് CPM-നെ പഴി പറഞ്ഞ കാര്യമില്ല. നിങ്ങളുടെ ചോദ്യത്തിന് ആൻസർ എന്താണ്? നിങ്ങൾ BJP പോകുന്നുള്ളതിന് നിങ്ങൾ ആളുകൾ BJP പോവല്ലേ എന്ന് ചോദിക്കുകയാണ്. അതിന് CPM-കാർ പോയിട്ടുണ്ടല്ലോ എന്നുള്ളതല്ല മറുപടി. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ ആളുകൾ BJP-യിൽ പോകുന്നവരുണ്ടെങ്കിൽ അത് ഏതെങ്കിലും കാരണത്താൽ പോകുന്നവരല്ലാതെ കെ സുധാകരൻ BJP പോകുന്നൊക്കെ. ശരി. BJP-യോടുള്ള ചോദ്യം ഇതാണ്. BJP-യുടെ പ്രകടന പത്രികയിൽ ഇത്തവണ പറഞ്ഞിരിക്കുന്നു, അടുത്ത തവണ മോദി അധികാരത്തിൽ വന്നാൽ ഇന്ധനവില കുറയ്ക്കുമെന്ന്. അതിൽ പരം പരിഹാസ്യമായ ഒരു വാഗ്ദാനം വേറെ BJP-ക്ക് മുന്നോട്ട് വെക്കാനുണ്ട്. കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞല്ലോ. ഞാൻ കുറച്ച് കഴിഞ്ഞിടുകയാണ്. അല്ല, ഞാൻ പറഞ്ഞത് ഇത് നരേന്ദ്രമോദി ഇതുവരെ പറഞ്ഞ ഒരു കാര്യത്തിനും ഒരു കുറവും വരുത്തിയിട്ടില്ല. കുറയ്ക്കും എന്ന് പറഞ്ഞാൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ സമാധാനം ഉറപ്പാക്കും. നിങ്ങളുടെ വാഗ്ദാനം പറയാൻ നിശാന്തേ സമയം തന്നാ മതി. നമ്മളെ ബാധിക്കുന്ന കാര്യമാണ്. ഇന്ധനവില കുറയ്ക്കാത്ത എന്താണെന്ന് പറഞ്ഞു നമ്മളെയൊക്കെ ബാധിക്കുന്ന കാര്യമാണ്. അദ്ദേഹം ഇന്ധനവില മാത്രമല്ല ഗ്യാസിന്റെയാണ് ചോദിച്ചത്. ഗ്യാസ് സുഹൃത്ത് അറിയണം, 10 കോടി ഇന്ത്യയിലെ പാവപ്പെട്ടവർക്ക് ഉജ്ജ്വല യോജന അനുസരിച്ച് 10 കോടിയിലധികം പാവപ്പെട്ടവർക്ക് സൗജന്യമായിട്ട് ഗ്യാസ് കണക്ഷൻ കൊടുത്തു. പറയാം. അപ്പോ എന്തോ സിലിണ്ടർ സൗജന്യമാണോ? രണ്ടാമതൊരു തവണ സിലിണ്ടർ നിറയ്ക്കാൻ അതിൽ പകുതി പേർക്ക് പറ്റിയില്ല എന്നാണ് ഇന്ത്യയിലെ സാമൂഹിക സാഹചര്യം. എത്ര പേര് രണ്ടാമത് നിറച്ചു അറിയാമോ? ഇഷ്ടംപോലെ ആൾക്കാർ രണ്ടാമത് നിങ്ങൾ നോക്കണം കണക്ക്. ഇത് വെച്ചാൽ നിങ്ങൾ കൊടുക്കുന്ന വിലയ്ക്ക് രണ്ടാമത് നിറയ്ക്കാൻ പറ്റാതെ അതെടുത്ത് അട്ടത്ത് വെച്ച ആളുകളുടെ എണ്ണം ഇന്ത്യയിൽ കൂടുതൽ അല്ല. സർക്കാരിന്റെ കണക്കാ പറയുന്നത്. ഞാൻ പറയട്ടെ, ഇത് നമ്മള് ഒരു പോളിസിക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ പറയാം. പക്ഷേ ഈ 10 കോടി ജനങ്ങൾക്ക് കിട്ടിയില്ല എന്ന് പറയാൻ പറ്റുമോ നിഷാദിന്? കൊടുത്തു. പക്ഷേ ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾ ഉണ്ടാക്കിയ ഈ ഒടുക്കത്തെ വില കാരണം. ബാക്കി നമ്മൾ പറയണത് നിങ്ങളത് കേൾക്കാനുള്ള മനസ്സ് കാണിക്കുക. അടുത്ത അദ്ദേഹം പറഞ്ഞത് വില കുറയ്ക്കുമോ എന്നാണ്. കുറയ്ക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അന്താരാഷ്ട്ര തലത്തിൽ വലിയ കുറച്ചിൽ കുറഞ്ഞല്ലോ. ഇപ്പൊ ഇനി കുറഞ്ഞല്ലോ. നിങ്ങൾ കുറച്ചില്ലല്ലോ. അല്ല, ഇവിടെ കുറച്ചോ? കുറച്ചില്ല. 2 രൂപ. അല്ല, ക്രൂഡ് ഓയിലിന്റെ വില 2 ടാക്സ് നിങ്ങൾക്ക് കുറയ്ക്കാം. അല്ലല്ല, ഇവിടെ കുറച്ചല്ലോ. ഡീസലിനും പെട്രോളിനും ഇവിടെ കുറച്ചപ്പോ കേന്ദ്ര കുറച്ചപ്പോ സംസ്ഥാനം കുറച്ചില്ലല്ലോ. 2 രൂപ അഡീഷണൽ മേടിക്കുന്നുണ്ട്. ക്ഷേമ പെൻഷന് വേണ്ടി കടന്നുപോലെ ക്ഷേമ പെൻഷന് വേണ്ടി അഡീഷണൽ 2 രൂപ മേടിക്കുന്നുണ്ട്. അത് കൊടുക്കുന്നു പോലുമില്ല. ഉണ്ടോ? ജനത്തിന് കൊടുത്തില്ലല്ലോ. മറിയക്കുട്ടി അടക്കമുള്ള കാര്യം നമ്മളിവിടെ കണ്ടതാ. ഒത്തിരി മീഡിയകൾ ചർച്ച ചെയ്തതാ. ഇന്ധനവില അത് ഇന്ധനവില അന്താരാഷ്ട്ര മാർക്കറ്റിൽ കുറയുമ്പോൾ അതിന്റെ ഗുണം ജനത്തിന് കിട്ടരുതെന്ന് നിർബന്ധ കുത്തിക്കൊണ്ട് സംസ്ഥാന ഗവൺമെന്റ് എല്ലാത്തിനും അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടി സംസ്ഥാന അല്ല, അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടി നിങ്ങൾക്ക് മാത്രമേ കിട്ടൂ. പിന്നെ നിങ്ങൾ റോഡ് സെസ്, കാർഷിക സെസ് നിങ്ങൾക്ക് മാത്രമേ കിട്ടൂ. സംസ്ഥാനം ഇപ്പൊ എത്ര ശതമാനം ടാക്സ് ഈ ഇന്ധനത്തിൽ നിന്ന് 2 റേഷ്യോ നിങ്ങൾക്ക് ഒറ്റ ദിവസം കൊണ്ട് ഈ 2 റേഷ്യോ ഇത് രണ്ടും നിങ്ങൾക്ക് കുറയ്ക്കാം. ഞങ്ങൾ കുറച്ചോന്നാണ് എന്റെ ചോദ്യം. നമ്മൾ കോൺഗ്രസ് കുറച്ചില്ലല്ലോ ചോദ്യം. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും ശ്രീമതി ഇന്ദിരാഗാന്ധിയും ശ്രീ രാജീവ് ജിയും ഉയർത്തിപ്പിടിച്ച ത്രിവർണ്ണ പതാക CAA കുറിച്ച് ചോദിച്ചപ്പോൾ താങ്കൾക്കൊന്നും പറയുവാൻ മറുപടി കിട്ടിയില്ല. മുല്ലപ്പൂക്കോയത്തങ്ങളും ബാഫക്കിത്തങ്ങളും പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും ഉയർത്തിപ്പിടിച്ച ആ ത്രിവർണ്ണ പതാകയും ഹരിത പതാകയും കീഴ് വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് മതേതരത്വം സംരക്ഷിക്കാനാണ് നോക്കുന്നത്? വയനാട്ടിൽ കൊടി മതേതരത്വം ഇല്ല. സംരക്ഷിക്കാൻ നിങ്ങൾക്ക് BJP-യോടാണ് ചോദ്യം. നരേന്ദ്രമോദി ഗ്യാരണ്ടി പറയുന്നു രാജ്യത്തെ ജനങ്ങളോട്. എന്ത് ഗ്യാരണ്ടിയാണ്? മതന്യൂനപക്ഷങ്ങളെ വേട്ടയാടി കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ 2 പാവപ്പെട്ട സ്ത്രീകളെ പൂർണ്ണ നഗ്നതയായി റോഡിലൂടെ കൊലപ്പെടുത്തിയ അതിനെന്ത് ഗ്യാരണ്ടിയാണ് കഴിഞ്ഞ തവണ കൊടി ഉണ്ടായിരുന്നു. ഇത്തവണ കൊടി വേണ്ടെന്ന് വെച്ചത് എന്താണ്? അല്ല, ഞങ്ങൾ ഉള്ളതുകൊണ്ടും ഞങ്ങൾ ഭരണഘടനയിൽ 42ാം ഭേദഗതിയിൽ മതേതരത്വം എഴുതി വെച്ചിരിക്കുന്നത് കൊണ്ടും ഈ രാജ്യത്ത് മതേതരത്വം നിലനിൽക്കുന്നു. ഈ രാജ്യത്ത് മതേതരത്വം നിലനിൽക്കുന്നത് കോൺഗ്രസ് ഉള്ളതുകൊണ്ട് ഈ രാജ്യത്തിന്റെ മതേതരത്വം നിലനിൽക്കുന്നു. ശരി, കോൺഗ്രസ് മതേതര പാരമ്പര്യമാണ് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്ന കാര്യം. മണിപ്പൂരാണ്. മണിപ്പൂര് കൊടി തീർന്നാൽ മതേതരത്വം തീരും സഹോദര. അങ്ങനെ നിങ്ങൾക്ക് മതേതരത്വം ഉണ്ടെങ്കിൽ ആദ്യം കൊടി മതേതരത്വം തീരും. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞു കോൺഗ്രസ് നിലനിൽക്കണമെന്ന് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ തീർന്നാൽ മതേതരത്വം തീർന്നു.
കൊടി ഞങ്ങൾ എവിടെയാണ്? ഇല്ലാതായാൽ ഇന്ത്യയുടെ കൊടി എവിടെയാണ്? മതനിരപേക്ഷത കൊടി താഴെ വെച്ചു. കേട്ടോ? കൊടി എവിടെയാണ്? അല്ല ഞങ്ങള് ചുവന്ന ചെങ്കൊടിയല്ലേ, പച്ച അരിവാൾ ചിറ്റി ഒന്നും വരയ്ക്കാറില്ല കേട്ടോ. കോൺഗ്രസ് ഈ രാജ്യത്തിന്റെ കേട്ടോ. ഞാൻ ചോദിച്ചത് 61 മത്സരിക്കാൻ സ്ഥാനാർത്ഥിയില്ലല്ലോ നിങ്ങൾക്ക്. നിങ്ങൾ BJPക്കെതിരെ പോരാടുന്ന ആളുകൾ എവിടെയെങ്കിലും BJPക്കെതിരെ നിങ്ങൾ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ എവിടെയെങ്കിലും BJPക്കെതിരെ ഒരു കോൺഗ്രസ് പ്രതിനിധിയോട് ചോദ്യം. കൊടി താഴെ വെച്ചതിനെ കുറിച്ച് മറുപടി പറഞ്ഞില്ല കേട്ടോ. അതിന് സ്പെസിഫിക് ആൻസർ ഇല്ല. ഞാൻ മനസ്സിലാക്കുന്നു, പരിമിതി ഞാൻ മനസ്സിലാക്കി. പ്രതിനിധിയാണ് ചോദ്യം. ഇപ്പൊ ഇവിടെ പലരും പറഞ്ഞു റോഡിന്റെയും പാലത്തിന്റെയും പല വികസനങ്ങളുടെ കാര്യം പറഞ്ഞു. എന്നാൽ ഇന്ന് രാജ്യം ഏറ്റവും ഉറ്റുനോക്കുന്നത് ഭരണഘടന നിലനിൽക്കുമോ, രാജ്യത്ത് മതേതര രാജ്യം നിലനിൽക്കുമോ എന്നുള്ളതാണ് കൂടുതലും ജനങ്ങൾ ആശങ്കപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 2 തവണ BJP അധികാരത്തിൽ വന്നതുപോലെ ഇത്തവണ വരത്തില്ല എന്നും ഇന്ത്യ മുന്നണിക്ക് സാധ്യതയുണ്ടെന്നും എല്ലാവരും കരുതിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ഇന്ത്യ മുന്നണിയിലേക്ക് അധികാരം വരുന്നൊരു സാഹചര്യത്തിൽ പല സ്ഥലങ്ങളിലും കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനില് ഭരണഘടന തൊട്ടും അമ്പലങ്ങളിൽ കയറിയും മതഗ്രന്ഥങ്ങൾ തൊട്ടും സത്യപ്രതിജ്ഞ ചെയ്യാൻ പോയ പല ആൾക്കാർ വീണ്ടും BJPയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായി. ഇന്ത്യ മുന്നണി അധികാരത്തിലേക്ക് വന്ന സമയത്ത് എത്ര കോൺഗ്രസ്സുകാരെ വിശ്വസിച്ച് നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റും? 2014 മുതൽ 2014 വരെ രാജ്യം CPM പ്രതിനിധിയോടാണ്. നിങ്ങൾ വലിയ ന്യൂനപക്ഷ പ്രേമം നടിക്കുന്ന ആളുകളാണ്. ഇവിടെ പൗരത്വ നിയമ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കേസുകൾ പിണറായി സർക്കാർ എടുത്തിട്ടുണ്ട്. എന്തെങ്കിലും പിൻവലിച്ചിട്ടുണ്ട്? ഇവിടെ വർഗീയതയും മതേതരം ഞാൻ കുറെ നേരമായിട്ട് കേട്ടുകൊണ്ടു. ഒരു കാര്യം ചോദിച്ചോട്ടെ, 5 വർഷം മുമ്പ് ശരത് എംഎസിനാണ് ചോദ്യം. 5 വർഷം മുമ്പ് 5 വർഷം ഇവിടെ ജോയ്സ് ജോർജ് MP ആയിരുന്നു. ഈ 11 ലക്ഷം ഇടുക്കിയിലെ ജനങ്ങൾക്ക് വേണ്ടി, അടിസ്ഥാന ജനവിഭാഗത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി ജോയ്സ് ജോർജ് നടത്തിയ ഒരു പദ്ധതി വെയിറ്റിംഗ് ഷെഡ് ഉണ്ടാക്കിയല്ല, അതിവിടെ ആർട്സ് ആൻഡ് സ്പോർട്സ് പറ്റും. അതവിടെ നിൽക്കട്ടെ. വെയിറ്റിംഗ് ഷെഡോ അല്ലെങ്കിൽ നിങ്ങൾ സ്കൂളുകളിൽ കമ്പ്യൂട്ടർ ലാബ് കൊടുത്തോ ഒക്കെ അവിടെ നിൽക്കട്ടെ. അടിസ്ഥാന ജനവിഭാഗത്തിന്റെ വിദ്യാഭ്യാസം, ആരോഗ്യം, അവന്റെ ഏറ്റവും സുരക്ഷിതമായ ഏറ്റവും ആവശ്യങ്ങൾക്ക് വേണ്ടി ചെയ്ത ഒരു പദ്ധതി ശരത് എംഎസിനോ ഇവിടുത്തെ കോൺഗ്രസിന്റെ പ്രതിനിധിക്കോ കഴിഞ്ഞ 5 വർഷം പ്രതിനിധീകരിച്ച കോൺഗ്രസിന്റെ പ്രതിനിധിക്കോ പറയാനുണ്ടോ? ജോയ്സ് ജോർജിന്റെ പ്രോജക്ട് വേഗം പറഞ്ഞാൽ നമുക്ക് ഇനി 40 സെക്കൻഡ് മാത്രം സമയം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ടൂറിസം മേഖല. ജോയ്സ് ജോർജ് ഈ ടൂറിസം മേഖലയിൽ 110 കോടി രൂപയുടെ പദ്ധതികൾ നടപ്പിലാക്കിയ MP ആണ്. സ്വദേശി ദർശൻ ടൂറിസം പദ്ധതി ഉൾപ്പെടെ 110 കോടി രൂപയുടെ ടൂറിസം പദ്ധതി ഇവിടെ നടപ്പിലാക്കി. ഡീൻ കുര്യാക്കോസിന്റെ കാലത്ത് വട്ടപൂജ്യമാണ്. ഒരു വൈൻഡപ്പ് ടേക്ക്. നിങ്ങൾ എന്തുകൊണ്ട് ജയിക്കണമെന്ന വൈൻഡപ്പ് ടേക്ക് പറയാം. ലാസ്റ്റ് ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല. ചില കേസുകളുമായി ബന്ധപ്പെട്ട വിശദീകരണം മുഖ്യമന്ത്രി തന്നെ കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ കേസെടുത്ത കാര്യം നിങ്ങൾക്ക് CA എന്ന വാക്ക് ഉച്ചരിക്കാനുള്ള നട്ടല്ലില്ലാത്ത കോൺഗ്രസിന് ചോദ്യമുണ്ടല്ലോ. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി 40 വട്ടം എന്നെ തെറി പറയുന്നതിന് പകരം മുഖ്യമന്ത്രി ഒന്ന് വിമർശിക്കരുതല്ലോ, പ്രധാനമന്ത്രിയെ ഒന്ന് വിമർശിക്കരുതോ എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് പ്രധാനമന്ത്രിയെ ഒന്ന് പേരെടുത്ത് വിമർശിക്കും. നമ്മൾ ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലാണ് ഉണ്ടായിരുന്നത്. ഇടുക്കിയിലെ തെരഞ്ഞെടുപ്പ് രംഗം അങ്ങേയറ്റം ആവേശത്തിലാണെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ പരിപാടി. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്.